JRCM. ഞാൻ ഏറെ റെസ്പെക്ട് ചെയ്യുന്ന ബഹുമാനിക്കുന്ന എൻ്റെ ഗുരു, എൻ്റെ മെന്റർ വിനോദ് സാറിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു നല്ല വാക്കുകൾ ഈ ഒരു ഓൾ കേരള പ്ലാറ്റ്ഫോമിൽ കേൾക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എനർജി നൽകുന്ന കാര്യമാണ്, തികച്ചും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. താങ്ക് യു സാർ. സാറിനെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ശ്യാം എന്നാണ്. കോഴിക്കോട് ജില്ലയിലെ മാവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് കണ്ണിപറമ്പ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. സാർ പറഞ്ഞു 6 വർഷമായി RCMനകത്ത് വന്നിട്ട്. വളരെ യാദൃശ്യമായിട്ട് RCMനകത്തേക്ക് വന്ന വ്യക്തിയാണ്. ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ഒരുപക്ഷെ യങ്സ്റ്റേഴ്സിൽ ഒരു സെക്കൻഡ് ജനറേഷൻ എന്ന് മിക്കവാറും നമ്മൾ യങ്സ്റ്റേഴ്സിനെ RCMൽ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഒരു സെക്കൻഡ് ജനറേഷൻ ആണ്. അവരുടെ കൈകളിലേക്ക് RCM കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി അവരുടെ ഫാമിലിയിൽ ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ് ആയിരിക്കാം. അങ്ങനെ ഒരു പരിചയത്തിന്റെ പുറത്ത് RCMനകത്ത് വന്ന് RCMൽ നിന്നിട്ടുള്ള ആളുകൾ ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ട് അതിൽ ഡിഫറെന്റ് ആയിട്ട് RCMൽ വന്ന വ്യക്തിയാണ്. എന്നെ RCM പരിചയപ്പെടുത്തിയ വ്യക്തി വിനോദ് സാറാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ RCM ആദ്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതും RCM ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. അതിനു മുൻപ് ഞാൻ വിനോദ് സാറിനെ അതിനു മുൻപ് കണ്ടിട്ടേ ഇല്ല, ഒരു പരിചയമില്ല. നാരായൺ സാറിന്റെ കെയർ ഓഫിലൂടെ എന്റെ ഫാദറിനോട് RCM പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നതാണ്. പക്ഷെ ഫാദർ അല്ല RCMൽ വന്നത്, ഞാനാണ് RCMലേക്ക് വന്നത്. ഇന്നും എന്റെ ഫാദർ നിലവിൽ RCMൽ ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പിൻപോഷൻ പോലും കയറിയിട്ടുള്ള വ്യക്തിയല്ല. അപ്പൊ അങ്ങനെ വളരെ യാദൃശ്യമായിട്ട് RCMൽ വന്നതാണ്. ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് മേഖലയിലാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ബാംഗ്ലൂർ വിപ്രോയിൽ പ്ലേസ്ഡ് ആയി. ഒരു 6 മാസക്കാലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അവിടുന്ന് PSC എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗം എന്ന് പറയുന്ന ലക്ഷ്യവുമായിട്ട് ധാരാളം യുവാക്കളെ പോലെ തന്നെ ഞാനും നാട്ടിലേക്ക് വന്നു. 23 വയസ്സാണ് പ്രായം. PSC പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. അത്യാവശ്യം നോളജ് ടെക്നിക്കലി ഉണ്ട്. ഞാൻ PSC എടുത്തു. 2018 കേരള പോലീസിന്റെ ലിസ്റ്റിൽ വരാൻ വേണ്ടി സാധിച്ചു. ഭാഗ്യമോ നിർഭാഗ്യമോ എൻ്റെ ഏട്ടൻ ഒരാൾ പോലീസിലുണ്ട്. അദ്ദേഹം എനിക്കൊരു ഉപദേശം തന്നു, ഗവൺമെന്റ് ജോലിയാണെങ്കിൽ എന്തായാലും പോലീസ് വേണ്ട, മറ്റെന്തെങ്കിലും ഒരു പോസ്റ്റ് എഴുതി എടുക്കാലോ, ക്വാളിഫിക്കേഷൻ ഉണ്ട്, സമയമുണ്ട്. അതിന് ലക്ഷ്യം LD ക്ലർക്ക് ആയിരുന്നു. അങ്ങനെ ആ LD ക്ലർക്കിന്റെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാവൂരില് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ചെറിയൊരു വ്യാപാരി വ്യവസായിയുടെ ഹാളിൽ വെച്ചിട്ട് RCMന്റെ ഒരു മീറ്റിംഗ്. എന്റെ ഫാദർ ഒരു ഷോപ്പ് തുടങ്ങണം എന്ന് തീരുമാനിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ഒരു മീറ്റിങ്ങിനകത്തേക്ക് ഞാൻ ചെന്ന് ഇരിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ് സത്യത്തിൽ. അങ്ങനെ യാദൃശ്യമായിട്ട് അന്ന് വേണുഗോപാൽ സാറും വിനോദ് സാറും അവിടെ വന്നു. നമ്മളൊക്കെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്, നല്ലത് വരുത്തണേ അല്ലെങ്കിൽ രക്ഷിക്കണേ. പക്ഷെ ഈശ്വരൻ നേരിട്ട് നമുക്ക് എന്തെങ്കിലും ലോട്ടറിയോ അല്ലെങ്കിൽ നേരിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ലക്കുകൾ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അത് മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസിന്റെ രൂപത്തിൽ ഈശ്വരൻ പലതും നമുക്ക് തരാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ദൂതന്മാരായിട്ട് പലരെയും അയക്കാറുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത്തരത്തിൽ 2 ദൈവദൂതന്മാരായിട്ട് RCMമായിട്ട് വന്ന ആളുകളാണ് വേണുഗോപാൽ സാറും വിനോദ് സാറും. അവിടുന്ന് RCM കേട്ട സമയത്ത് എനിക്ക് എന്നും ഓർമ്മയുണ്ട്, എന്നിൽ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ്, അൺലിമിറ്റഡ് ഇൻകം വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ്. ആ വാക്കാണ് എന്നിൽ ഏറ്റവും മുഴച്ചു കേട്ടത്. RCMന്റെ ഹെൽത്തോ അല്ലെങ്കിൽ TCG എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചിട്ടുള്ള അടങ്ങാത്ത അഭിനിവേശം അല്ലെങ്കിൽ നോളജ് ഒന്നുമല്ല എന്നെ RCMലേക്ക് കൊണ്ടുവന്നത്. ഈ 2 വാക്കുകളാണ്. ആ മൊമെന്റിന് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ദൈവത്തിനോട് നന്ദി പറയുന്നു. ആ മൊമെന്റ് ആണ് ഇന്ന് നിലവിൽ എന്നെ ഈ ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് നിങ്ങളെ മുന്നിൽ ഇരുത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് RCMലേക്കുള്ള ഒരു കടന്നു വരവ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് 6 വർഷം RCMനെ 1-2 വർഷം വളരെ സീരിയസ് അല്ലാതെ ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് RCMനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ വന്ന സമയത്ത് RCMൽ നല്ലൊരു ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് ഇരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു സബ്ജക്ട്, മാർച്ച് മാസമാണ്, നമുക്കറിയാം ധാരാളം അച്ചീവേഴ്സ് പിറക്കുന്ന മാസമാണ്. സാമ്പത്തിക വർഷം, ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡാണ്. എല്ലാ മേഖലയിലും, സമസ്ത സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മേഖലയിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാസമാണ് മാർച്ച്. ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല മാർച്ച് മാസം ഞാൻ തുടക്കത്തിലെ ആശംസിക്കുകയാണ്. ചെറിയൊരു സ്ലൈഡ് ഉണ്ട്, ആ സ്ലൈഡിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. കൺസിസ്റ്റൻസി ഈസ് ദ കീ അല്ലെ? മാർച്ച് മാസം എന്നല്ല, നമ്മൾ RCMല് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓരോ RCM പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ RCM എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയെ വെറും ഒരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരം എന്നുള്ളതിലുപരി ഒരു ബിസിനസ് ആയിട്ട്, ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് RCM ബിസിനസ്സിൽ സക്സസ് ആവാൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഈ ബിസിനസ്സിൽ വളരെ അത്യാവശ്യമാണ്. കൺസിസ്റ്റൻസിനെ കുറിച്ചിട്ട് നമ്മൾ പൊതുവെ പറയപ്പെടുന്ന ഒരു വാക്കുണ്ട്,
അതായത് കൺസിസ്റ്റൻസി ഈസ് വാട്ട് ട്രാൻസ്ഫോംസ് ആവറേജ് ഇൻ ടു എക്സലൻസ്. നമ്മളിപ്പോ ആവറേജ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ പറയാറുണ്ട് സാധാരണക്കാരെ അസാധാരണക്കാരാക്കുന്ന പ്രസ്ഥാനമാണ് RCM അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അങ്ങനെയാണെങ്കിൽ ഒരു ആവറേജ് ആയ നമ്മളെ എക്സലൻസിലേക്ക്, അസാധാരണക്കാരനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം അത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ഈസ് വാട്ട് ട്രാൻസ്ഫോംസ് എ ആവറേജ് പേഴ്സൺ ഇൻ ടു എക്സലൻസ്. അപ്പൊ തീർച്ചയായിട്ടും കൺസിസ്റ്റൻസി ആണ് ഇവിടെ നമ്മളുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട താക്കോൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കൺസിസ്റ്റൻസിയാണ്. അപ്പൊ ഇനി എന്താണ് RCM ബിസിനസ്? നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം. RCM എന്ന് പറയുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. 2000 ആരംഭിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഒരു പാന്റ് പീസിലും ഷർട്ട് പീസിലും കിറ്റ് എടുത്തിട്ട് ജോയിൻ ചെയ്യുന്ന സംവിധാനമായിരുന്നു ഇനീഷ്യലി RCM. അവിടെ നിന്ന് ഇന്ന് കാണുന്ന ഒരു സ്പോൺസർ എലിജിബിലിറ്റി 2000 റുപ്പീസിന്റെ ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ജോയിനിങ് വെച്ചിട്ട് കമ്പനി ഇന്ന് പ്രവർത്തിക്കുന്നു. ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ഇടത്തട്ടുകാരും പരസ്യവും ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സ്റ്റൈലാണ്. അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർക്കാനാണ് ഈ ഒരു സെഷനിൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കൺസിസ്റ്റൻസി ആണ് നിങ്ങളുടെ ഒരു ആവറേജ് ആയിട്ടുള്ള നിങ്ങളെ എക്സലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ ആ കൺസിസ്റ്റൻസിയെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് RCMൽ ഡിവൈഡ് ചെയ്താൽ, ഒന്ന് കൺസിസ്റ്റന്റ് പർച്ചേസർ ആണ്, സെക്കൻഡ് വൺ കൺസിസ്റ്റന്റ് നെറ്റ്വർക്കർ ആണ്. കൺസിസ്റ്റന്റ് പർച്ചേസർ ആവുക എന്ന് പറയുന്നത് ആണ് RCMനകത്ത് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഫസ്റ്റ് നമുക്കൊരു ഉപഭോക്താവായിട്ടാവുന്ന RCMലേക്ക് കടന്നു വരുന്നത് നമുക്കറിയാം. നമ്മൾ ആരും ബിസിനസ്സുകാരായിട്ട് മാത്രം RCMനകത്തേക്ക് കടന്നു വന്നിട്ടുള്ള ദുർലഭം ആളുകളെ ഉണ്ടാവുള്ളൂ. ഭൂരിപക്ഷം ആളുകളും ഒരു പർച്ചേസർ ആയിട്ട് RCMലേക്ക് കടന്നു വരുന്ന വ്യക്തികളാണ്. നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് കമ്പനി RCM ആണ്, കമ്പനിയാണ് സെല്ലർ. നമ്മളിവിടെ എപ്പോഴും പർച്ചേസർ ആണ്. അതുകൊണ്ടാണ് നമുക്ക് തരുന്ന വോളിയത്തെ നമ്മൾ പർച്ചേസ് വോളിയം എന്ന് പേരിട്ടിരിക്കുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനകത്ത് കമ്പനി തരുന്ന വോളിയം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന നീക്കിയിരിപ്പാണ് പർച്ചേസിങ് വോളിയം. അതുകൊണ്ട് ഒരു പർച്ചേസർ വെറും ഒരു പർച്ചേസർ ആയതുകൊണ്ട് കാര്യമില്ല, ഒരു കൺസിസ്റ്റന്റ് പർച്ചേസർ ആയിട്ട് മാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺസിസ്റ്റന്റ് പർച്ചേസർ ആയാൽ എന്തൊക്കെ ബെനിഫിറ്റുകൾ RCMൽ ഉണ്ട് എന്ന് നമുക്ക് വഴിയെ പറയാം. അപ്പൊ എന്തുകൊണ്ട് കൺസിസ്റ്റന്റ് പർച്ചേസർ ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RCM ബിസിനസ് ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം, 2000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് RCMലേക്ക് വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും, ഓൾമോസ്റ്റ് ഒരു 60% ആളുകളും ഈ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തിന് അപ്പുറം ഈ ഉൽപ്പന്നം കൊണ്ട് എന്തൊക്കെ സാമ്പത്തിക ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നു എന്നുള്ള അറിവില്ലായ്മ കൊണ്ട് RCMനകത്ത് നിന്ന് ഉറങ്ങിയിരിക്കുന്ന ആളുകളോ, അല്ലെങ്കിൽ RCM നിന്ന് സ്വയം കിറ്റ് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്ന ആളുകളാണ്. അപ്പൊ അവിടെ ഒരു വ്യക്തിയെ കൺസിസ്റ്റന്റ് പർച്ചേസർ ആക്കി മാറ്റുക എന്ന് പറയുന്നത് ആ വ്യക്തിയെ RCMനകത്തേക്ക് കൊണ്ടുവന്ന ആ വ്യക്തിയുടെ പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. രണ്ടത് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെയും ഉത്തരവാദിത്വമാണ്. അപ്പൊ എന്താണ് ഒരു കൺസിസ്റ്റന്റ് പർച്ചേസർ ആവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം RCM പ്രധാനമായിട്ടും 3 ആനുകൂല്യങ്ങൾ ഒരു അസോസിയേറ്റ് ബയറെ സംബന്ധിച്ചിടത്തോളം RCM കമ്പനി മുന്നോട്ട് വെക്കുന്നു. ഒന്ന്, 20 മുതൽ 30% സ്പോട്ട് ഡിസ്കൗണ്ട് ആണ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ ഒരു കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് മാർക്കറ്റിനകത്ത് നിന്ന് വാങ്ങിക്കുന്ന, ഹെർബൽ ടൂത്ത് പേസ്റ്റ് 92 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു നോർമൽ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് 76 രൂപ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് RCMനകത്ത് 65 രൂപയ്ക്ക് ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റ് അവൈലബിൾ ആണ്. അതിന്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ആ 65 രൂപ MRP ഉള്ള പ്രോഡക്റ്റിന് 50 രൂപയ്ക്ക് എന്ത് ചെയ്യാണ് ഒരു അസോസിയേറ്റ് ബയർ, RCMൽ ഒരു മെമ്പർ ആയിട്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ 15 രൂപ നിങ്ങൾക്ക് സ്പോട്ട് ഡിസ്കൗണ്ട് കിട്ടുന്നു. 20 മുതൽ മിനിമം 20% to 30% ഡിസ്കൗണ്ട്. അതാണ് സ്പോട്ട് ഡിസ്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ഉൽപ്പന്നം വാങ്ങിക്കുന്ന സമയത്ത് ഒരു പേസ്റ്റ് ചോദിച്ചാൽ ഒരു പേസ്റ്റ് മാത്രം നമുക്ക് കിട്ടുന്ന സമയത്ത്, ഇവിടെ ഒരു പേസ്റ്റ് ചോദിക്കുന്ന സമയത്ത് കമ്പനി 20% വില കുറവില്ല പേസ്റ്റ് നിങ്ങൾക്ക് തരുന്നു. അതോടൊപ്പം തന്നെ 33 പർച്ചേസിംഗ് വോളിയം നിങ്ങളുടെ പേരിൽ കമ്പനി രേഖപ്പെടുത്തി തരുന്നു. ഈ പർച്ചേസിംഗ് വോളിയം എന്താണെന്നും അതിന്റെ ബെനിഫിറ്റുകൾ എന്തെല്ലാമാണെന്നും ഒരു വ്യക്തിയെ
കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു ധരിപ്പിക്കാൻ സാധിക്കുമെങ്കിലേ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് ബിസിനസ്സിനകത്തേക്ക് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് പർച്ചേസർ ആക്കി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്? ഞാൻ പറഞ്ഞു, ഒരു കൺസിസ്റ്റന്റ് പർച്ചേസർ ആണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ ഉൽപ്പന്നത്തിന്റെ പർച്ചേസിങ് വോളിയത്തിന്റെ മുകളിലും കമ്പനി നിങ്ങൾക്ക് 12% ഫ്രീ പ്രൊഡക്റ്റ് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു 20 മുതൽ 30% സ്പോട്ട് ഡിസ്കൗണ്ട് ഉണ്ട്. 60 രൂപ വിലയുള്ള പേസ്റ്റ്, 65 രൂപ വിലയുള്ള പേസ്റ്റ് 50 രൂപയ്ക്ക് കിട്ടുന്നു. 15 രൂപ സ്പോട്ട് ഡിസ്കൗണ്ട് കിട്ടി. ഈ സ്പോട്ട് ഡിസ്കൗണ്ടിന്റെ പുറമെ നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ ഉൽപ്പന്നത്തിന്റെ പർച്ചേസിങ് വോളിയത്തിനും 12% ഫ്രീ പ്രോഡക്റ്റ് കമ്പനി എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ആനുകൂല്യമായിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു തരുന്നു. അതൊരു കണ്ടീഷൻ കമ്പനി വെച്ചിട്ടുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പർച്ചേസിങ് പാറ്റേൺ എത്ര കുറവാവട്ടെ, നിങ്ങൾ സ്ഥിരതയുള്ള ഒരു പർച്ചേസർ ആയിട്ട് മാറുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സാധാരണക്കാരിൽ നിന്ന് അസാധാരണക്കാരനായിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള പർച്ചേസിങ് രീതിയിൽ നിന്ന് നിങ്ങൾ കമ്പനി മാറ്റി, പ്രൊഡക്റ്റ് മാറ്റി, അതോടൊപ്പം തന്നെ ആ പർച്ചേസിങ്ങിനകത്ത് ഒരു കൺസിസ്റ്റൻസി, അതൊരു സ്ഥിരത നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നത്. അതിൽ ഒന്നാമത്തെ വിജയം, നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില കുറവിന് പുറമെ 12% ഫ്രീ പ്രോഡക്റ്റ് ആയിട്ട് നമ്മളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ കൺസിസ്റ്റൻസി നമുക്ക് തരുന്നു. അപ്പൊ RCM ഉൽപ്പന്നം വാങ്ങിക്കുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കുക, എല്ലാ മാസവും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കും എന്നുള്ള ഒരു സ്ഥിരത നമ്മളുടെ പർച്ചേസിംഗിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു 1000 PV, 1500 PV, 500 PV, 200 PV, 1200, 800, അങ്ങനെ 6 മാസം വ്യത്യസ്തമായിട്ട്, അതായത് ഒരു സ്ലാബ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, പക്ഷെ അവർക്ക് ആ മാസം ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഒരു 6000 പർച്ചേസിംഗ് വോളിയം 6 മാസം കൊണ്ട് തികയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഈ 6000 പർച്ചേസിംഗ് വോളിയത്തിന്റെ 12% ഫ്രീ പ്രൊഡക്റ്റ് 720 രൂപ നമുക്ക് ഫ്രീ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഇനി ഒന്നുകൂടെ നമ്മൾ ഈ കൺസിസ്റ്റൻസിയെ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു 4 ആളടങ്ങിയ ഒരു RCM കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 3000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് RCMനകത്ത് ഒരു ഫാമിലിക്ക് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ 3000 രൂപയുടെ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ മിനിമം 1500 പർച്ചേസിംഗ് വോളിയം, 1500 പർച്ചേസിംഗ് വോളിയം ഉണ്ടാവും. നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ നിത്യോപയോഗ സാധനങ്ങളും RCMനകത്തുള്ളത് RCMലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് 1500 പർച്ചേസിംഗ് വോളിയത്തിന്റെ സ്ലാബിലേക്ക് വരാൻ സാധിക്കും. അപ്പൊ ഈ കൺസിസ്റ്റൻസിയെ ഒന്നുകൂടെ ഒരു സ്ലാബിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, ഇവിടെ ഞാൻ പറഞ്ഞു 9000 പർച്ചേസിംഗ് വോളിയാണ് 6 മാസം 1500 ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ടോട്ടൽ പർച്ചേസിംഗ് വോളിയം. 12% ഫ്രീ പ്രൊഡക്റ്റ് ആണ് കമ്പനി കൺസിസ്റ്റന്റ് പർച്ചേസർക്ക് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. 12% ആണെങ്കിൽ 1080 രൂപയാണ് അദ്ദേഹത്തിന് ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞൊരു കൺസിസ്റ്റൻസിക്ക് അപ്പുറം ഒരു സ്ലാബ് കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒന്നുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് പർച്ചേസർ ആയിട്ട് നിങ്ങൾ മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 12% എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് 16% ഫ്രീ പ്രോഡക്റ്റ് കമ്പനി തരുന്നു. അതാണ് 1500. അപ്പം നേരത്തെ പറഞ്ഞ സ്ലാബ് പ്രകാരമാണെങ്കിൽ 1500 6 മാസം ചെയ്ത വ്യക്തിക്ക് 1080 രൂപയാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ 420 രൂപയുടെ അഡീഷണൽ ബെനിഫിറ്റ് അദ്ദേഹത്തിന് കിട്ടുന്നു. അങ്ങനെ 2500 ചെയ്യുന്ന വ്യക്തിക്ക് 2500ഉം 5000 ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 5000 പർച്ചേസിംഗ് വോളിയവും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇനി ഞാൻ പറയുന്നു, നമ്മൾ എപ്പോഴും ഒരു കൺസിസ്റ്റന്റ് പർച്ചേസർ ആയിട്ട് RCMനകത്ത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഈസിനെസ് ആഗ്രഹിക്കുന്ന ആളാണ്. ഈസിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തൊട്ടടുത്തൊരു കടയുണ്ടെങ്കിൽ ആ കടയിൽ പോയിട്ട് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കും. പലപ്പോഴും RCMൽ പല കസ്റ്റമേഴ്സിന്റെയും ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, അവർ നിലവിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത് തൊട്ടടുത്തുള്ള കടയിൽ നിന്നാണ്. നടന്നു പോകാനുള്ള വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന റൂട്ടിലാണ് ആ കടയുള്ളത്, പാർക്കിംഗ് സൗകര്യമുണ്ട്. വ്യത്യസ്തമായിരിക്കാം. നമ്മളെല്ലാ ആളുകളും സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. പക്ഷെ RCMന്റെ ഔട്ട്ലെറ്റ് ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 2-3 കിലോമീറ്റർ അപ്പുറമായിരിക്കാം, അല്ലെങ്കിൽ 4-5 കിലോമീറ്റർ അപ്പുറമായിരിക്കാം. 4-5 കിലോമീറ്റർ അപ്പുറം ആ ഉൽപ്പന്നങ്ങൾ പോയിട്ട് ഒരു കൺസിസ്റ്റൻസി
ഒരു സ്ഥിരത നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു സാധാരണ ചിന്താഗതിയുള്ള സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും പോസിബിൾ അല്ല, അല്ലെങ്കിൽ അത്രത്തോളം ശ്രദ്ധ അദ്ദേഹം ഒരു സാധാ ആർ സി എം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന വ്യക്തി ആർ സി എമ്മിനോട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ടീമിനകത്ത് നമ്മൾ നോക്കിയാൽ കാണുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിലിറ്റി അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിന്റെ ഡിസ്റ്റൻസിനകത്തുള്ള ബുദ്ധിമുട്ട്, ട്രാവലിംഗ് ബുദ്ധിമുട്ട്, ഇതെല്ലാം പരിഹരിക്കാനായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം കമ്പനി നമ്മളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ഡിസ്പ്ലേ വാൾ. ആ ഡിസ്പ്ലേ വാളിനകത്തുള്ള ഉൽപ്പന്നങ്ങൾ 10-ാം തീയതിക്കുള്ളിൽ 5000 പർച്ചേസിംഗ് വോളിയം സ്വന്തം ഐഡിയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് മെമ്പർ എന്ന് പറയും. ഈ ഒരു പ്രോസസ്സ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം ആർ സി എമ്മിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നോ അത് നമ്മളെ ടീമിനകത്തേക്ക് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും എന്ത് ചെയ്യാം, ഡിസ്പ്ലേ വാൾ തുടങ്ങാം, ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാം. ഇതിനെ നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നു. സിസ്റ്റം എന്ന് പറയുമ്പം ഒരുപാട് കാലമായിട്ട് ഞാൻ ആർ സി എമ്മിൽ വന്ന അന്ന് മുതൽ നമ്മളുടെ ഹേമന്ത് സാർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് 3D: ഡിസ്പ്ലേ വാൾ, ഡയമണ്ട് ക്ലബ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ. നമ്മളത് കേൾക്കും. അത് കേട്ട ആവേശത്തിൽ ഡിസ്പ്ലേ വാൾ തുടങ്ങിയ ആളുകളുണ്ട്. എന്താണ് ഡിസ്പ്ലേ വാൾ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ ഡിസ്പ്ലേ വാൾ തുടങ്ങും, ഡയമണ്ട് ക്ലബ്ബ് ചെയ്യും, പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ അവിടെയും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ആർ സി എമ്മിൽ വന്ന് ഉൽപ്പന്നം വാങ്ങിക്കുന്ന ഒരു വ്യക്തി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്ത പോലെ തന്നെ ആർ സി എം ചെയ്യുന്ന ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കമ്പനി എം ഡി നമ്മളുടെ മഹാനായിട്ടുള്ള ടി സി ജി പറയുന്നു, അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്ന ആർ സി എമ്മിൽ നിങ്ങൾ ചെയ്യാൻ കൃത്യമായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഡയമണ്ട് ക്ലബ്ബ്. ഇന്നും ഗോകുമാർ സാറിന്റെ ആ വീഡിയോ, ഡയമണ്ട് ക്ലബിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒരുപാട് കാലമായിട്ട് നമ്മളെ ഗ്രൂപ്പിനകത്തൊക്കെ വരുന്നുണ്ട്. ഇന്നും അത് ഗ്രൂപ്പിനകത്ത് മൂർത്തി സാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളുകളാണ്. പലരും ബുദ്ധിമുട്ടിയിട്ടാണ് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളുകളെ കാണാറുണ്ട്. ഇതിനെയും നമുക്ക് സ്ഥിരമായിട്ട് ഒരു ഡിസ്പ്ലേ വാൾ മെയിൻറ്റെയിൻ ചെയ്യാനോ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാനോ പല ആളുകളെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുണ്ട്. അവിടെയും നമുക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, കൺസിസ്റ്റൻസി നമ്മളുടെ സക്സസിന്റെ കീ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിസ്പ്ലേ വാൾ? പുതുതായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ വാൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 3 മാസത്തേക്ക് നിങ്ങളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചാൽ, ഞാൻ പറഞ്ഞൊരു 3500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഒരു മാസം വീട്ടിലേക്ക് ആവശ്യമില്ലാത്ത ഒരു വീടും കേരളത്തില് ആർ സി എമ്മുകാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള അത്രത്തോളം ഉൽപ്പന്നങ്ങൾ ഇന്ന് ആർ സി എം ഒരു സിംഗിൾ ബ്രാൻഡിൽ, ഒരു സിംഗിൾ കുടക്കീഴിൽ അവരിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഒരു 3500 രൂപയുടെ ഉൽപ്പന്നം ഈ കൊച്ചു കേരളത്തിലെ ഓരോ അണുകുടുംബത്തിലേക്ക് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ 3 മാസത്തേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3500 × 3 10500. അതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് 10000 എന്ന് എടുക്കുന്നു. ഞാൻ 5 വർഷം മുന്നേ എന്റെ വീട്ടിൽ ഡിസ്പ്ലേ വാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. 3 മാസത്തേക്ക് എന്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നം ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചു. ഒരു 3 പേസ്റ്റ് ഒരുമിച്ച് വാങ്ങിച്ചു. ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 1-2 കുക്കിംഗ് ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ വീട്ടിലേക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഒരു 6 പാക്കറ്റ് റൈസ് ബ്രാൻ ഓയിൽ വാങ്ങിച്ചു, 2-3 പാക്കറ്റ് ആട്ട വാങ്ങിച്ചു, ഒരു 5-10 സോപ്പ് വാങ്ങിച്ചു. ആ തരത്തിൽ നമ്മൾ വാഷിംഗ് പൗഡറും വാഷിംഗ് സോപ്പും ഒക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 3 മാസത്തേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ നമ്മൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നു. എന്തിനാണ്? ഇൻ കേസ് ഈ ഡിസ്പ്ലേ വാൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞു, നമ്മളെ വീട്ടിലൊരു പ്രോഡക്റ്റ് അവൈലബിലിറ്റി, ഒരു ഹോം ഷോപ്പ് നമ്മൾ ആർ സി എമ്മിൻ്റെ മെയിൻറ്റെയിൻ ചെയ്താൽ ആ വീട്ടുകാരനെ സംബന്ധിച്ച് ആ വീട്ടിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം ഈസിലി അതിനെ ആക്സസ് ചെയ്യുള്ളൂ. സ്വന്തം വീട്ടിൽ തേയിലുള്ള ഒരു വ്യക്തിയും തൊട്ടടുത്ത നിയറസ്റ്റ് കടയിൽ പോയിട്ട് തേയില വാങ്ങിക്കാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിക്കില്ല. 100% ആ തേയില അദ്ദേഹം അവിടെ നിന്ന് എടുക്കും എന്നുള്ളത് എന്താണ് 100% ഷുവർ ആണ്. അവിടെയാണ് ഡിസ്പ്ലേ വാളിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോം ഷോപ്പിന്റെ ഇമ്പോർട്ടൻസ്. അപ്പം 10000 രൂപയാണ് നമുക്കവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആവശ്യം. ഈ 10000 രൂപ നമ്മൾ 3 മാസത്തേക്ക് നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കുന്നു, നമ്മൾ ഡിസ്പ്ലേ വാൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ 10000 രൂപ നമ്മൾ
ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു ഡിസ്പ്ലേ വാൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം മണി മാനേജ്മെന്റ് ആണ്. നമ്മൾ എപ്പോഴും നമ്മളുടെ കാശ് കൊണ്ട് നമ്മളെ വീട്ടിൽ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവെക്കുന്ന ഉൽപ്പന്നം ഒരു മാസം നമ്മൾ 10,000 രൂപ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ആ പ്രൊഡക്റ്റിൽ പകുതി നമ്മൾ ഉപയോഗിച്ചു, ബാക്കി പകുതി നമ്മൾ ഷെയർ ചെയ്തു. നമ്മുടെ വീടിന്റെ അടുത്തുള്ള നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട 4-5 വീടുകളിലേക്ക് 1,000 രൂപയുടെ ഉൽപ്പന്നം കൊടുത്തു കഴിഞ്ഞാൽ 5,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം. 100% പ്രോഡക്റ്റ് യൂസറായിട്ട് നിങ്ങൾ RCM-നകത്ത് മാറുകയാണെങ്കിൽ ബാക്കി ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. അതിന്റെ പർച്ചേസിംഗ് വോളിയം നിങ്ങളുടെ പേരിൽ ആഡ് ചെയ്യപ്പെടും. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 10-ാം തീയതിക്കുള്ളിൽ 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മളുടെ സ്വന്തം ഐഡിയിൽ ബില്ല് ചെയ്താൽ 5,000 പർച്ചേസിംഗ് വോളിയെങ്കിലും മിനിമം ഉണ്ടാവും. ഡയമണ്ട് ക്ലബ്ബ് എന്ന് നമ്മൾ അതിനെ വിളിക്കും. അങ്ങനെ 5,000 BV ആഡ് ചെയ്തു, നമ്മൾ ആ മാസം ഡയമണ്ട് ക്ലബ്ബ് ചെയ്തു. തൊട്ടടുത്ത മാസം നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നം നമ്മൾ ഉപയോഗിച്ച് തീർത്തു. ചായ കൊണ്ട് നമ്മൾ ചായ കുടിച്ചു, ചപ്പാത്തി കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു, കുക്കിംഗ് ഓയിൽ നമ്മൾ ഉപയോഗിച്ചു. പക്ഷെ അടുത്ത മാസവും ഇതൊരു സിസ്റ്റം ആണെങ്കിൽ, സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സൈക്കിളാണ്. ഒരേപോലെ എല്ലാ സമയത്തും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കൺസിസ്റ്റന്റ് ആയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ RCM-നകത്ത് സക്സസ് ഉണ്ടാവുള്ളൂ. അത് ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്ന വ്യക്തിക്കുള്ള ഹെൽത്ത് ബെനിഫിറ്റ് ആണെങ്കിൽ പോലും പലപ്പോഴും ഒരു മാസം ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് അതിനകത്ത് വിഡ്രോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആ ഉൽപ്പന്നത്തിന്റെ റിസൾട്ട്, അത് അദ്ദേഹത്തിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. അപ്പൊ കൺസിസ്റ്റൻസി എല്ലാ കാര്യത്തിലും നമുക്ക് RCM-നകത്ത് ആവശ്യമാണ്. അത് പ്രൊഡക്റ്റ് യൂസ് ആവട്ടെ, അത് നിങ്ങളുടെ സെയിൽസിലാവട്ടെ, ബിസിനസ്സിലാവട്ടെ, ജോയിനിങ്ങിലാവട്ടെ, എല്ലാത്തിനകത്തും കൺസിസ്റ്റൻസി ആവശ്യമാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിന്റെ കാശ് നമുക്ക് അടുത്ത മാസം മീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അടുത്ത മാസത്തെ 10,000 രൂപയുടെ പർച്ചേസിൽ നമ്മൾ സെയിൽ ചെയ്ത 5,000 മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ടും ആ ഡിസ്പ്ലേ വാൾ പരാജയപ്പെടും. അപ്പൊ പലപ്പോഴായിട്ട് നമ്മുടെ സിസ്റ്റം പരാജയപ്പെടുന്നതിന്റെ കാര്യം അതിനൊരു പ്രൊമോഷൻ പ്ലാന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ പറഞ്ഞു 5,000 പർച്ചേസിംഗ് വോളിയം ഡയമണ്ട് ക്ലബ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ മണി മാനേജ്മെന്റ് കൃത്യമായിട്ട് നമ്മൾ ഈ ക്യാഷിനെ കൃത്യമായിട്ട് സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഈ 10,000 കാണാൻ നിങ്ങൾ തയ്യാറാവണം. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 10,000 രൂപ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ എടുക്കില്ല എന്ന് ഉറപ്പിച്ചിട്ട് മാറ്റി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 10,000 രൂപ ഒരു ലയബിലിറ്റി, ഒരു ലോൺ ആയിട്ട് നിങ്ങൾ എടുക്കാം. ലോൺ ആയിട്ട് എടുക്കുന്നതിന്റെ കാര്യം എന്താ? ലോൺ ആയിട്ട് എടുക്കുമെങ്കിൽ മാത്രമേ ഈ ലോൺ തിരിച്ചടയ്ക്കണം എന്നുള്ള ബോധ്യം നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഉപയോഗിച്ച ഉൽപ്പന്നത്തിന്റെ കാശ് നമ്മൾ അവിടെ എടുത്തു വെക്കാനുള്ള ഒരു സാമാന്യം ബിസിനസ് ബോധം നമ്മളിൽ ഉണ്ടാവും. നിങ്ങൾ ഈ പ്ലാൻ നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും, ധാരാളം നിങ്ങൾ ഓൾ കേരള പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സെഷൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു വർഷം ഈ ഡിസ്പ്ലേ വാൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അതിന്റെ MRP നിങ്ങൾക്ക് ആ പെട്ടിക്കകത്ത് കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ 20% റീറ്റെയിൽ മാർജിൻ കാൽക്കുലേറ്റ് ചെയ്താൽ 2,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പൊ ഒരു മാസം നമ്മൾ ഈ ഡയമണ്ട് ക്ലബ്ബ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നത്തിന്റെയും സെയിൽ ചെയ്ത ഉൽപ്പന്നത്തിന്റെയും കാശ് കൃത്യമായിട്ട് ആ ബോക്സിനകത്ത് കീപ്പ് ചെയ്താൽ ആ മന്ത് എൻഡിൽ 12,000 രൂപ പെട്ടിക്കകത്ത് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 2,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാവും. മിനിമം നിങ്ങൾക്ക് അക്കൗണ്ടിനകത്തേക്ക് വരുന്ന ക്യാഷ് ബോണസ്, പ്ലാൻ അറിയുന്ന ആളുകൾക്ക് അറിയാം, 5,000 പർച്ചേസിംഗ് വോളിയം മുതൽ 3.5 ലക്ഷം പർച്ചേസിംഗ് വോളിയം വരെ നമുക്ക് 2 മുതൽ 22% വരെ ക്യാഷ് ബോണസ് കിട്ടുന്നുണ്ട്. അതിന്റെ ആ ഒരു സ്ലാബാണ് ആ ബോക്സിനകത്ത്, ആ ടേബിളിനകത്ത് കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 5,000 പർച്ചേസിംഗ് വോളിയത്തിന് 100 രൂപ നിങ്ങൾക്ക് അക്കൗണ്ടിനകത്തേക്ക് ക്യാഷ് ബോണസ് കിട്ടും. അതിന്റെ കൂടെ ഫ്രീ പ്രോഡക്റ്റ്, ഞാൻ പറഞ്ഞു 16.66% ഫ്രീ പ്രോഡക്റ്റ്, 1,500 മുകളിലോട്ട് സ്ലാബ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓരോ വ്യക്തിക്കും കമ്പനി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 833 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു വർഷം നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഫ്രീ പ്രോഡക്റ്റും അക്കൗണ്ടിനകത്തേക്ക് വരുന്ന ഡയറക്റ്റ് ക്യാഷ് ബോണസും റീറ്റെയിൽ പ്രോഫിറ്റും ഉൾപ്പെടെ 12 മാസം സിസ്റ്റവും ഡയമണ്ട് ക്ലബും, അതായത് ഈ ഡിസ്പ്ലേ വാളും ഡയമണ്ട് ക്ലബും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 24,000 രൂപയുടെ റീറ്റെയിൽ പ്രോഫിറ്റും 1,200 രൂപയുടെ
മിനിമം ക്യാഷ് ബോണസും 10,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റും കിട്ടും. അങ്ങനെയാണെങ്കിൽ 35,200 രൂപയുടെ ക്യാഷ് ബോണസ് കിട്ടാനുള്ള ഓപ്ഷൻ RCMനകത്തുണ്ട്. നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഒരു തവണ കൊണ്ട് ഇത് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺ ലീഡേഴ്സിനോട്, നിങ്ങളുടെ RCMലേക്ക് കൊണ്ടുവന്ന ലീഡേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് 5,000 പർച്ചേസിംഗ് വോളിയത്തിനകത്തുനിന്ന് നമുക്ക് 100 രൂപ ക്യാഷ് ബോണസ് കിട്ടും, എങ്ങനെ ഫ്രീ പ്രൊഡക്റ്റ് 833 ഓരോ മാസവും കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അത് ഈ ഫ്രീ പ്രൊഡക്റ്റ് 6 മാസം കൂടുമ്പോൾ ഓരോ 6 മാസം കഴിയുമ്പോഴും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ്. ക്യാഷ് ബോണസ് ഓരോ മാസവും അക്കൗണ്ടിനകത്തേക്ക് വരും. റീറ്റെയിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. നമ്മൾ ഓപ്പൺ മാർക്കറ്റ് പോലെ തന്നെ നിങ്ങൾ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള പ്രോഫിറ്റ്. അപ്പൊ ഒരു 35,200 രൂപ സാമ്പത്തിക നേട്ടം നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ പറയുന്ന ഡിസ്പ്ലേ വാളെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിനകത്ത് നിന്ന് എടുത്ത് ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് എന്തുകൊണ്ട് നമുക്കൊരു ഡിസ്പ്ലേ വാള് പ്രൊമോട്ട് ചെയ്തുകൂടാ? എന്നിട്ട് ആ ഡിസ്പ്ലേ വാള് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആശയം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താൽ, ഒരു കൺസിസ്റ്റന്റ് പർച്ചേസർ ആവേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയാൽ, ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്താൽ, തീർച്ചയായിട്ടും അദ്ദേഹം ഡിസ്പ്ലേ വാള് സ്റ്റാർട്ട് ചെയ്യാനും ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹെൽത്ത് അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാനും ഫാമിലി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കുന്ന ഒരു സിമ്പിൾ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ 2,000 രൂപയുടെ ജോയിനിങ്ങിൽ മാത്രം നമ്മൾ പറഞ്ഞു ഒതുക്കാറാണ് പതിവ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു സാധാരണക്കാരൻ ഒരു കടയ്ക്കകത്തുനിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരു കടയിൽ 5 രൂപയുടെ തക്കാളിയും മറ്റൊരു കടയിൽ 10 രൂപയുടെ തക്കാളിയാണ് ഉള്ളതെങ്കിൽ ഒരു സാധാരണക്കാരൻ എപ്പോഴും 5 രൂപയുടെ തക്കാളിയാണ് വാങ്ങിക്കുക. ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ 10 രൂപയുടെ തക്കാളി വാങ്ങിക്കില്ല. കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അദ്ദേഹത്തിന്റെ മൈൻഡിൽ വരുന്നത് പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത ചെലവിനെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. അതിന്റെ ഹെൽത്ത് കൺസേൺ സെക്കൻഡറി ആണ്. ഒരു പക്ഷേ 10 രൂപയുടെ തക്കാളിക്ക് ഹെൽത്ത് ബെനിഫിറ്റുകൾ ഉണ്ടാവാം, അതിനകത്ത് കീടനാശിനി കുറവായിരിക്കാം, അല്ലെങ്കിൽ അതിലും കൂടുതൽ വിലയുള്ള തക്കാളി ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ജൈവ തക്കാളി ആയിരിക്കാം. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 5 രൂപ കുറയുന്നു എന്നുള്ളതിനാണ് അവിടെ പ്രൈമറി കൺസേൺ, പ്രൈമറി ഫോക്കസ്. ഈ വ്യക്തിയുടെ പ്രൈമറി ഫോക്കസിലേക്ക് RCMലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ വ്യക്തിയുടെയും പ്രൈമറി ഫോക്കസിനെ നിങ്ങൾക്ക് തൊട്ടുണർത്താനും ബോധ്യപ്പെടുത്താനും സാധിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ പർച്ചേസിംഗ് പാറ്റേൺ കൺസിസ്റ്റന്റ് ആയിട്ട് മാറുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞൊരു 35,200 രൂപ സാമ്പത്തിക ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സിസ്റ്റം 10 വർഷം ഒരു ഫാമിലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 3,52,000 രൂപയുടെ പ്രോഫിറ്റ് വീട്ടിലെ ഡിസ്പ്ലേ വാള് കൊണ്ട് അവർക്ക് കിട്ടും. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് നിങ്ങൾ അവരോട് നിരന്തരം പറയാറുണ്ട്. അപ്പൊ ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾ പറയാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓരോ ആളുകളും ചെയ്യും, അത് സിസ്റ്റമായിട്ട് മാറും. ഈ സിസ്റ്റത്തെ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, പറഞ്ഞു ഡിസ്പ്ലേ വാള് തുടങ്ങി 3D ഒരു D അതാണ്, രണ്ടാമത്തത് ഡയമണ്ട് ക്ലബ് ആണ്, 3 ഡ്യൂപ്ലിക്കേഷൻ ആണ്. നമുക്കറിയാം നമ്മൾ നിലവിൽ ചെയ്യുന്ന ഡ്യൂപ്ലിക്കേഷൻ 2,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പിച്ചുകൊണ്ട് നമ്മുടെ ടീമിലേക്ക് ധാരാളം പുതിയ ജോയിനിങ്ങുകൾ, പുതിയ എൻട്രി നമ്മൾ കൊണ്ടുവരുന്നു. വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്തു നിന്നായിരിക്കാം ആ ഒരു ജോയിനിങ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ജോയിനിങ് ഉപയോഗിച്ചിട്ട് അവരുടെ പർച്ചേസിംഗ് PV അക്യുമുലേറ്റ് ചെയ്ത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് RCMന്റെ കമ്മീഷൻ സ്ലാബിന് അനുസൃതമായിട്ട് അല്ലെങ്കിൽ ഇൻകം പ്ലാനിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് RCMനകത്ത് കമ്മീഷൻ കിട്ടുന്നു. ചെറുതും വലുതുമായിട്ടുള്ള വ്യത്യസ്ത കമ്മീഷൻ വാങ്ങിക്കുന്ന ആളുകൾ ഇതിനകത്ത് ഉണ്ടാവാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, ഇവിടെ സിസ്റ്റം ഇല്ല, കൺസിസ്റ്റൻസി ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഭൂരിപക്ഷം ആളുകളും ഈ സാധ്യത മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നമ്മളുടെ അറിവ് കുറവുകൊണ്ട് ഈ സാധ്യത അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇങ്ങനെ നമ്മളുടെ രണ്ട് സൈഡിലും ധാരാളം ആളുകൾ നമുക്ക് ഇറങ്ങി നോക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഡ്യൂപ്ലിക്കേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല. ഇവിടെ കോട്ടയത്തു നിന്നും പാലക്കാട് നിന്നും കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ പർച്ചേസ് ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തെ നമ്മൾ ഒരുപാട് ദൂരെ ആയിരിക്കാം, അവര് കൃത്യമായിട്ട് അവരെന്നും
വീട്ടിലേക്ക് സാധാ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ എന്നത് വിളിച്ചു നോക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകളെ ഇത് വിളിച്ച് ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പക്ഷെ പലപ്പോഴും പലരും ചെയ്യുന്ന RCM അങ്ങനെയാണ്. ക്ലോസിംഗിന്റെ അന്ന് പർച്ചേസ് ചെയ്യാത്ത ആളുകളെ ID കട്ടായി പോവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ അത് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് പലരെയും പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ നിലവിൽ ചെയ്യുന്ന ഡ്യൂപ്ലിക്കേഷൻ എങ്കിൽ, നമ്മൾ സിസ്റ്റം വൈസ് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഒരു 2000 രൂപയുടെ ജോയിനിങ് എടുത്തുകൊണ്ട് നമ്മൾ ഒരു ബിഗിനർ, RCMന്റെ ഫസ്റ്റ് പിൻ ലെവലാണ് ബിഗിനർ, 20,000 പർച്ചേസിംഗ് വോളിയം വരുന്ന സമയത്ത് നമുക്ക് ബിഗിനർ എന്ന് പറയുന്ന പിൻ ലെവൽ കിട്ടും. സെൽഫ് 5000 പർച്ചേസിംഗ് വോളിയം, നമ്മളെ ടീമിനകത്ത് 15,000 പർച്ചേസിംഗ് വോളിയം ആണ് ഒരു ബിഗിനർക്ക് ആവശ്യം. 1000 പർച്ചേസിംഗ് വോളിയത്തിന്റെ 20 ആളുകളെ നമ്മളെ ടീമിനകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് നമ്മൾ ബിഗിനർ ആവുക നോർമലി. അടുത്ത മാസം മിക്കവാറും അതിൽ പകുതി ആളുകളും ആ പർച്ചേസിംഗ് 500 പർച്ചേസിംഗ് വോളിയത്തിലേക്ക് കുറയ്ക്കും, നമ്മൾ 10,000 പർച്ചേസിംഗ് വോളിയത്തിലേക്ക് വീഴും. ഇതൊരു സ്വാഭാവിക കാഴ്ചയാണ്. പക്ഷെ ഇവിടെ നമ്മൾ 3D ആണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം 5000 പർച്ചേസിംഗ് വോളിയം ചെയ്യുന്ന 3 വ്യക്തികളെ നിങ്ങൾ ടീമിനകത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിഗിനർ ആവാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പർച്ചേസിംഗ് വോളിയം, ഞാൻ പറഞ്ഞു 5000 പർച്ചേസിംഗ് വോളിയം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മിനിമം 2% ക്യാഷ് ബോണസ് ഉണ്ടാവും. അതാണ് നമ്മൾ 100 രൂപ എന്ന് തൊട്ട് മുൻപുള്ള ടേബിളിനകത്ത് കാണിച്ചത്. ഒരു ബിഗിനറെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പർച്ചേസിംഗ് സ്ലാബ് 2ൽ നിന്ന് 7%ലേക്ക് മാറുന്നു. ഇവിടെ 350 രൂപ നമുക്ക് ഫസ്റ്റ് മന്ത് തന്നെ എന്ത് ചെയ്യാണ്? അക്കൗണ്ടിനകത്തേക്ക് 100ന് പകരം 350 രൂപ ക്യാഷ് ബോണസ് കിട്ടും. അങ്ങനെ ഒരു 4 പേരെ കൂടെ അടുത്ത മാസം നമ്മൾ ആഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ രണ്ടാമത്തെ RCMന്റെ പിൻ പൊസിഷൻ സ്റ്റാർട്ടർ നമുക്ക് കിട്ടും, 14,000 പർച്ചേസിംഗ് വോളിയം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വെറും 8 പേരെ കൊണ്ട് സ്റ്റാർട്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി, സിസ്റ്റത്തിലൂടെ 8 പേരെ കൊണ്ട് സ്റ്റാർട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോർമലി സ്റ്റാർട്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ 40 40-ലധികം ആളുകളോ അല്ലെങ്കിൽ ഒരു പക്ഷേ 100 ആളുകൾ തന്നെ വേണ്ടി വരാം. ഇവിടെയാണ് സിസ്റ്റം ചെയ്യുന്ന ഒരു ടീമും നോർമലി ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ, ഒരു ലക്ഷ്യബോധം ഇല്ലാതെ പോകുന്ന ഒരു ടീമും തമ്മിലുള്ള സിമ്പിൾ ഡിഫറൻസ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് 3D എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കാണുന്ന 21 പടികൾ, RCMന്റെ ബിഗിനർ മുതൽ സ്റ്റാർ എമറാൾഡ് വരെയുള്ള, സ്റ്റാർ ഡയമണ്ട് വരെയുള്ള പിൻ ലെവലുകളിലേക്ക് നമുക്ക് 21 പടികൾ നമുക്ക് എത്താനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിന്റെ ബിഗിനർ മുതൽ സ്റ്റാർ വരെയുള്ള സ്ലാബ്, അതിന് വേണ്ട പർച്ചേസിംഗ് വോളിയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒരു സ്റ്റാർ, ഒരു ബിഗിനറിൽ തുടങ്ങിയാൽ ഒരു 1500 രൂപ വരുമാനം മുതൽ ഒരു സ്റ്റാർ എത്തിക്കഴിഞ്ഞാൽ 25,000 രൂപയും, സ്റ്റാർ ഡയമണ്ടിന് 50 ലക്ഷം രൂപയും നമുക്ക് പ്രതിമാസം വരുമാനം ഈ ഡ്യൂപ്ലിക്കേഷനിലൂടെ നമുക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ ഒരു സിസ്റ്റം ടീമിനകത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ, നമ്മൾ പറഞ്ഞു 3D എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. നമ്മളെ കൂടെ വരുന്ന ആളുകളെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് പർച്ചേസേഴ്സ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഈ സിസ്റ്റത്തിൽ ഒരു കോൺഫിഡൻസ് വരണം. ഈ സിസ്റ്റം കോൺഫിഡന്റ് ആയിട്ട് ആളുകളിലേക്ക് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സാധാരണക്കാരനായിട്ട്, ഒരു പർച്ചേസറായിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം മാറ്റങ്ങൾ നമ്മളിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ സിസ്റ്റം നിങ്ങൾക്ക് ടീമിനകത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. സിസ്റ്റം ഒക്കെ നല്ലതാണ്, സിസ്റ്റം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസിംഗ് വോളിയം കിട്ടും, അവർക്കും സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ്, ഏകദേശം 35,200 രൂപയോളം ഒരു ഡിസ്പ്ലേ വാൾ ചെയ്യുന്ന ഫാമിലിക്ക് സാമ്പത്തിക ബെനിഫിറ്റ് ഉണ്ട്, ആരോഗ്യകരമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്, പക്ഷെ ആളുകൾ ചെയ്യാറില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില മാറ്റങ്ങൾ വേണം. എന്തൊക്കെയാണ്? 1 ഡിസിഷൻ, തീരുമാനം. 2 ലിസ്റ്റ്. 3-ാമത്തെ പോയിന്റ് ഡ്രീം, ഒരു സ്വപ്നം നമുക്ക് ആവശ്യമാണ്. 4 കമ്മിറ്റ്മെന്റ് വേണം. 5 കോൺഫിഡൻസ് വേണം. 6 കറേജ് വേണം. ഇതെല്ലാം വരുന്ന സമയത്ത് നമുക്ക് 7-ാമത്തെ പോയിന്റ് സക്സസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് സാധിക്കും. നമുക്ക് നോക്കാം എന്താണ് ഡിസിഷന്റെ ഇമ്പോർട്ടൻസ്. ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് അൾട്ടിമേറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് യുവർ ഡിസിഷൻ. ഞാൻ പറഞ്ഞു, വിനോദ് സാറ് RCM എന്നിലേക്ക് തന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ അൺലിമിറ്റഡ് ഇൻകം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് RCM എന്ന് പറഞ്ഞ സമയത്ത് ആ മൊമെന്റിൽ ഞാൻ എടുത്ത ഡിസിഷൻ ആണ് എന്നെ RCMനകത്തേക്ക് ഇന്ന് ഒരു ടെക്നിക്കൽ അച്ചീവർ ആയിട്ട്, RCMൽ നിന്ന് വളരെ എഫക്റ്റീവായിട്ട് വരുമാനവും ടൈം ഫ്രീഡവും
ചെറുതായിട്ടെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നമുക്കറിയാം ടെക്നിക്കലാണ് ഒരു എൻജോയ്മെന്റിന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് RCMനെ സംബന്ധിച്ചിടത്തോളം. ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു 50,000 രൂപയ്ക്ക് മുകളിൽ സ്ഥിര വരുമാനം കിട്ടുന്ന ഒരു പൊസിഷനാണ് ടെക്നിക്കൽ അച്ചീവ്മെന്റ്. അപ്പം അന്ന് ഞാൻ എടുത്തിട്ടുള്ള ആ ഡിസിഷൻ, ആ തീരുമാനമാണ് എന്നെ ഇന്ന് ഈ കാണുന്ന പൊസിഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഡിസിഷന്റെ ക്വാളിറ്റിയാണ് എന്റെ ലൈഫിൽ ധാരാളം, എന്റെ ലൈഫിന്റെ ക്വാളിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നും നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ടില്ല, ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടില്ല. സക്സസ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പറയാറില്ലേ, സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്ന പ്രസ്ഥാനമാണ് RCM. പക്ഷേ പ്രൊഫഷണൽ നെറ്റ്വർക്കേഴ്സ്, നമ്മളെ ലീഡേഴ്സ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അസാധാരണ ചിന്താഗതിയുള്ള സാധാരണക്കാരെ മാറ്റിമറിക്കുന്ന പ്രസ്ഥാനമാണ് ഡയറക്ട് സെല്ലിംഗ്. അതാണ് ഒന്നുകൂടെ കറക്റ്റ്, ഒന്നുകൂടെ ആക്യുറേറ്റ്. സാധാരണ ചിന്താഗതിയുള്ള സാധാരണക്കാരനെ മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന് ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുന്നതിന്റെ അപ്പുറം കൺസിസ്റ്റന്റ് പർച്ചേസർ എന്താണ് എന്ന് ചിന്തിക്കാനുള്ള ബോധം ഒരാൾക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെയാണ് നമ്മൾ അസാധാരണ ചിന്താഗതിയുള്ള സാധാരണക്കാരൻ എന്ന് പറയുന്നത്. നിങ്ങളെ പോലെയൊക്കെയുള്ള ആളുകൾ, അല്ലെങ്കിൽ RCMനകത്ത് സക്സസ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്ന ഏറ്റവും മോശമായിട്ടൊരു ചിന്താഗതിയുണ്ട്. അതായത് നിങ്ങൾ സാധാ പോലെ ചിന്തിക്കുകയും സാധാ പോലെ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി. എന്താണ് പറഞ്ഞത്? സാധാരണ പോലെ ചിന്തിക്കുകയും സാധാരണ പോലെ പ്രവർത്തിക്കുകയും എന്നാൽ അസാധാരണമായിട്ടുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നാളെ വരും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി. എല്ലാ സാധാരണക്കാരും ഇങ്ങനെയാണ്. നിലവിൽ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ RCMനകത്ത് സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറഞ്ഞാൽ, ആ ഒരു ചേഞ്ച്, ആ ചിന്താഗതിയിൽ ഒരു മാറ്റം വരുത്താൻ പറഞ്ഞാൽ പല സാധാരണക്കാരും തയ്യാറല്ല. ഇനി RCMൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് വാങ്ങിക്കാനോ ഒരു ഡിസ്പ്ലേ വാൾ സ്റ്റാർട്ട് ചെയ്യാനോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാറ്റത്തിനും ആ ഒരു ചിന്താഗതിയിലെ മാറ്റത്തിനും നമ്മൾ തയ്യാറല്ല. നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോളൂ, യാതൊരു മാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അപ്പം നമ്മളുടെ ഡിസിഷനാണ് നമ്മളുടെ ഡെസ്റ്റിനി, നമ്മളുടെ വിധിയെ തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഒരു ഡിസിഷൻ, ഇത് ഞാൻ ചെയ്യും എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ വേണം, നമ്മൾ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തത്, ഈ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ലിസ്റ്റ് വേണം. ഇത് ആരോട് പറയണം? ഡിസ്പ്ലേ വാൾ പറയണമെങ്കിൽ, 3D പറയണമെങ്കിൽ ഇത് ആരോട് പറയണം എന്നുള്ള കൃത്യമായിട്ടുള്ള ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്ക് RCMൽ സക്സസ് ആവാൻ വേണ്ടി സാധിക്കുള്ളൂ. RCM ബിസിനസ്സിലെ ഏറ്റവും വലിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പീപ്പിൾ ആണ്, പീപ്പിൾ പ്രോഡക്റ്റ്. റൈസ് ബ്രാൻ ഓയിലോ ആട്ടയോ അല്ലെങ്കിൽ നിങ്ങൾ RCMൽ ഇന്ന് കാണുന്ന ഒരു ഉൽപ്പന്നവും അല്ല യഥാർത്ഥത്തിൽ നിങ്ങളെ RCMൽ സക്സസിലേക്ക് എത്തിക്കുന്നത്. അത് പീപ്പിൾ പ്രോഡക്റ്റ് ആണ്. നിങ്ങളുടെ മുന്നിലുള്ള യഥാർത്ഥ ഉൽപ്പന്നം മനുഷ്യരാണ്, നിങ്ങളുടെ ചുറ്റുവട്ടത്തും ജീവിക്കുന്ന പ്രോസ്പെക്ട്സ് ആണ്. ഈ പ്രോസ്പെക്ട്സിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ RCMൽ ജീവിച്ച് മരിക്കും എന്നുള്ളതല്ലാതെ യാതൊരു മാറ്റവും നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം ലിസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയാറുണ്ട്, നിങ്ങളെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണോ ആ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ ആർക്കൊക്കെ നിങ്ങൾ അയക്കുമോ കൊടുക്കുമോ അവരെയൊക്കെ നിങ്ങളെ ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാം. അതിനെ നിരന്തരമായിട്ട് നിങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾ പുതുതായിട്ട് പരിചയപ്പെടുന്ന ആളുകൾ, യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ആളുകൾ, യാദൃശികമായിട്ട് പരിചയപ്പെടുന്ന ആളുകൾ, ഇവരൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ലിസ്റ്റിനകത്തേക്ക് കൊണ്ടുവരാം. ഈ ലിസ്റ്റിലൂടെയാണ് നമ്മൾ ഈ അച്ചീവ്മെന്റിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങളിലൂടെ വരുന്ന വ്യക്തിയുടെ ലിസ്റ്റിലൂടെയാണ് നിങ്ങൾ ഈ സിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പൊ സിസ്റ്റം ഏറ്റെടുക്കും ചെയ്യും എന്നുള്ളൊരു ഡിസിഷൻ വേണം. ഡിസിഷൻ മാത്രം ഉണ്ടായാൽ പോരാ, അതിന് നിങ്ങളുടെ മുന്നിൽ ഒരു ലിസ്റ്റ് വേണം. മൂന്നാമത്തെ എന്താ? ഡ്രീം. ദ വേ ഫ്യൂവൽ ഡ്രൈവ്സ് എ വെഹിക്കിൾ, ദ ഡ്രീം ഡ്രൈവ്സ് എ മാൻ. ഏത് രീതിയിലാണ് നിങ്ങളെ വാഹനത്തിൽ ഇന്ധനം ആ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അതിന് സമാനമാണ് ഒരു വ്യക്തിയുടെ സക്സസിലേക്കുള്ള പാതയിൽ ഡ്രീം, ബേണിംഗ് ഡ്രീം. നമ്മുടെ മനസ്സിനകത്ത് നിന്ന് ഇങ്ങനെ പുകയുന്ന സ്വപ്നങ്ങൾ ഉണ്ടാവണം. പലപ്പോഴും സ്വപ്നമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധം ഉണ്ടാവില്ല.
അല്ലെങ്കിൽ RCM ബിസിനസ്സിനകത്ത് പല നെഗറ്റീവുകളും കേൾക്കുന്ന സമയത്ത് ഡ്രീം ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ നെഗറ്റീവിൽ തളർന്നു പോകും. എങ്ങനെയാണോ ഒരു വാഹനത്തിൽ ഇന്ധനം സീറോയിലേക്ക് വരുന്നത്, ആ സമയത്ത് ആ വാഹനം അവിടെ സ്റ്റോപ്പ് ആവും. അതിന്റെ ലക്ഷ്യസ്ഥാനം എത്ര ദൂരത്തും ആവട്ടെ അല്ലെങ്കിൽ എത്ര വലുതും ആവട്ടെ, ഫ്യുവൽ ഇല്ലെങ്കിൽ ആ വണ്ടി മുന്നോട്ട് പോകുന്ന പ്രശ്നമല്ല. ഇതുപോലെ തന്നെയാണ് ഡ്രീം. ബേണിംഗ് ഡ്രീം വേണം, എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം. RCMനകത്ത് വന്ന് ഈ ലിസ്റ്റിലുള്ള പല ആളുകളോടും നിങ്ങൾ RCM പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് മാത്രം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പല വ്യക്തികളും നിങ്ങളെ മാനസികമായിട്ട് തളർത്തും. ഇനി RCMലൂടെയാണോ നീ രക്ഷപ്പെടാൻ പോകുന്നത് എന്ന് ചോദിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക, ഇന്ന് നിങ്ങളെ കളിയാക്കിയ ആളുകളുണ്ടെങ്കിൽ, തള്ളിപ്പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ, ഒരു ദിവസം അവരെ കൊണ്ട് JRCM എന്ന് പറയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരിക്കണം നിങ്ങൾ അടുത്ത വ്യക്തി, ആ ലിസ്റ്റിലുള്ള അടുത്ത വ്യക്തിയെ സമീപിക്കുന്നത്. ആ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഒരു ഫയർ, ഒരു തീ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രീം വേണം. ആ ഡ്രീം ഉണ്ടെങ്കിൽ വെയിൽ നിങ്ങൾക്ക് വെയിലല്ല, മഴ നിങ്ങൾക്ക് മഴയല്ല. RCMന്റെ ഒരു പ്രശ്നങ്ങളും ഒരു നെഗറ്റീവ് നിങ്ങളെ ബാധിക്കുന്നില്ല. RCMന്റെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കടുകില്ല, RCMല് ഇന്ന പ്രൊഡക്റ്റ് ഇല്ല, അല്ലെങ്കിൽ അരി വന്നിട്ട് RCM ചെയ്യാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇതൊന്നും തന്നെ നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഡ്രീം ഇല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുളക് പൊടിയിൽ എരിവ് കൂടുതലാണെന്ന് പറഞ്ഞ് RCM നിർത്തിപ്പോയ ഒരാൾ എൻ്റെ ടീമിലുണ്ട്. ജോയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് എന്ത് ഡ്രീമാണ്, എന്ത് ലക്ഷ്യബോധമാണ് അദ്ദേഹത്തിന് ജീവിതത്തിലുള്ളത്? എന്തെങ്കിലും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പൊ ഡ്രീം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ RCMലേക്ക് വരുന്ന സമയത്ത് എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഡ്രീം ഒരു വീട് എന്നുള്ള സ്വപ്നമായിരുന്നു. എൻ്റെ അച്ഛൻ, ഈ നിങ്ങൾ ഈ പിക്ചറിനകത്ത് കാണുന്ന വീട് ഞാൻ RCMൽ വന്നതിന് ശേഷം ഈ 6 വർഷം കൊണ്ട് ഞാൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വീടാണ്. RCMന്റെ ഓൺ പ്രൈസ്, വേറെ ഒരു ഇൻകം ഇല്ല, RCMനകത്ത് നിന്നുള്ള വരുമാനം മാത്രം. ഈ വീട് നിൽക്കുന്ന ഇതേ സ്ഥലത്ത് എൻ്റെ അച്ഛൻ 3 തവണ വീടിന്റെ തറയിട്ടിട്ടുണ്ട്, ഒരു 15 മുതൽ 20 വർഷത്തിനുള്ളിൽ. പക്ഷെ അത് തുടങ്ങാനോ കംപ്ലീറ്റ് ചെയ്യാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പൊ എൻ്റെ മുന്നിൽ RCM എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഡ്രീം ആയിരുന്നു സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ RCMന്റെ ഓരോ കമ്മീഷനും വരുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നത് എങ്ങനെ എൻ്റെ വീട് പണി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഒരു വ്യക്തമായിട്ടൊരു ഡ്രീം എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. ഒരു ഷോർട്ട് ടൈം ഡ്രീം ആണെങ്കിൽ പോലും ഡ്രീം ഉണ്ടായിരുന്നു. അപ്പൊ ഡ്രീം നമുക്ക് ആവശ്യമാണ്. 2 കമ്മിറ്റ്മെന്റ്. എന്താണ് കമ്മിറ്റ്മെന്റ്? കമ്മിറ്റ്മെന്റ് കംസ് വെൻ എ പേഴ്സൺ ബിലീവ്സ് ഇറ്റ് ഈസ് ദെയർ ഓൺ. ഇത് എന്റേതാണ് എന്നുള്ള തോന്നൽ എന്നാണോ നിങ്ങളിൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ ആ ബോധ്യത്തിലേക്ക് നമ്മൾ വരുന്നത്, അവിടെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞാൽ എന്താ? ഞാനൊരു ഉദാഹരണം പറയാം. ഈ പ്രോഗ്രാം കേൾക്കുന്ന ആളുകൾ എണ്ണം എത്രയാണെന്ന് ഞാൻ കാണുന്നില്ല. ഒരു എക്സാമ്പിൾ ആയിട്ട്, നിങ്ങൾ ഒരു ദിവസം വിത്ത് ഫാമിലി നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ടൂർ പോയ സമയത്ത് ഒരു അപ്പാർട്ട്മെന്റിലാണ് നിങ്ങളുടെ താമസം. രാവിലെ നിങ്ങൾ രാത്രി അവിടെ എത്തി, അവിടെ സ്റ്റേ ചെയ്തു. രാവിലെ നിങ്ങൾ ഉണർന്നിട്ട് ആ അപ്പാർട്ട്മെന്റിന്റെ ഒരു 3rd ഫ്ലോറിലാണ് നിങ്ങളുടെ റൂം. നിങ്ങളുടെ ഡോർ തുറന്ന് മുന്നിലേക്ക് വന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു സീനറിയാണ്. നല്ല വെള്ളക്കെട്ടും അപ്പുറത്ത് മലനിരകളൊക്കെ അടങ്ങിയിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു സീനറി. നിങ്ങളതിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ട് താഴെ പാർക്കിങ്ങിൽ കാറുകൾ ധാരാളം നിർത്തിയിട്ടിട്ടുണ്ട്. അതിലൊരു കാറിനകത്തുനിന്ന് പുക വരുന്നു. അതായത് ആ കാറിന് തീ പിടിച്ചതാണ് സംഭവം. അപ്പൊ ഈ 2ാം നിലയിൽ നിന്ന് ഇത് നോക്കി കാണുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യും? ഇനീഷ്യലി നിങ്ങളുടെ മനസ്സിൽ പല ഉത്തരങ്ങൾ വരുന്നുണ്ടാവും അല്ലെ? ചില ആളുകൾ സെക്യൂരിറ്റിയെ ഇൻഫോം ചെയ്യും. ചില ആളുകൾ തൊട്ടടുത്തുള്ള ആരെതെങ്കിലും ആണോ ആ കാറ് എന്ന് അന്വേഷിക്കാൻ തയ്യാറാവും. ഒരു മൊമെന്റിൽ നിങ്ങൾ ആരോട് ഇത് പറയണം എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളുണ്ടാവും. ഒരു പക്ഷെ ഒരു ആക്ഷനും എടുക്കാൻ നമുക്ക് പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. ആ കാറ് നമ്മളുടെ മുന്നിലിരുന്ന് ആരും കണ്ടിട്ടില്ലെങ്കിൽ കത്തി തീരാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ആളുകളെ അറിയിച്ച് വരുമ്പോഴേക്കും ഒരു പക്ഷെ ഫയർ ടോട്ടലായിട്ട് ആ കാറിനെ വിഴുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതേ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
നിങ്ങളെ കാറിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് ആ കാറിനകത്ത് നിന്ന് പുക വരുന്നുണ്ട്, തീ ഉണ്ടാവുന്നുണ്ട്, ബഹളം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നു നിങ്ങളുടെ സ്വന്തം കുട്ടി, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകള് ആ കാറിനകത്ത് ഇരിക്കുക. എങ്ങനെയോ ആ കുട്ടി ഡോർ തുറന്ന് ആ കാറിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് ആ കുട്ടി അച്ഛ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, അലറിക്കൊണ്ടിരിക്കുക. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? സെക്യൂരിറ്റിയെ വിളിക്കണം എന്ന് ചിന്തിക്കുന്ന ആള് സെക്യൂരിറ്റിയുടെ നമ്പർ അന്വേഷിച്ച് പോവോ, അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ അന്വേഷിക്കോ? ആ കാർ ആരതാണെന്ന് നിങ്ങൾ അന്വേഷിക്കോ? ഒരിക്കലും ഇല്ല. നെക്സ്റ്റ് മൊമെന്റിൽ സ്റ്റെയർ കയറാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു പക്ഷേ നിങ്ങൾ ജമ്പ് ചെയ്തിട്ടുണ്ടാവും താഴേക്ക്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന മുഴുവൻ എഫേർട്ടും എടുത്തിട്ട് നിങ്ങൾ ആ തീ അണയ്ക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ ആ കുട്ടിയെ അതിനകത്തുനിന്ന് പുറത്തെടുക്കാനുള്ള ശ്രമവും, ആ പുറത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ തീ അണയ്ക്കാനുള്ള ശ്രമവും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. എന്താണ് ചേഞ്ച് സംഭവിച്ചത്? ഒന്ന്, സാധാഗതിയിൽ അത് മറ്റാരുടെയോ കാറാണ്, കത്തിക്കോട്ടെ അല്ലെ, അങ്ങനെ വിചാരിക്കാം നമുക്ക്. അല്ലെങ്കിൽ എനിക്കിപ്പം പ്രത്യേകിച്ച് എന്താ ചെയ്യാനുള്ളത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ളൊരു ആക്ഷനിലേക്ക് നമ്മൾ വരാനുള്ള സമയം എടുക്കും. നേരെ മറിച്ച് അതിനകത്ത് ഇരിക്കുന്ന ജീവൻ സ്വന്തമാണ് എന്നുള്ള തോന്നൽ നിങ്ങളിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്, അത് എന്റേതാണ് എന്നുള്ള തോന്നൽ വരുന്ന ദ ഫസ്റ്റ് മൊമെന്റിൽ നിങ്ങളെ ആക്ഷൻ സംഭവിച്ചിരിക്കും. അതാണ് കമ്മിറ്റ്മെന്റ്. ഇനി എന്താണ് ആർ സി എമ്മിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്? കമ്മിറ്റ്മെന്റ് ദാറ്റ് വി നീഡ് ഇൻ ആർ സി എം ഓൺ അറ്റൻഡിങ് മീറ്റിംഗ്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിൽ നമ്മളൊക്കെ വളരെ കമ്മിറ്റഡ് ആണ് അല്ലെ? ഈ പറയുന്ന രീതിയിലാണ്. മീറ്റിംഗ് കേട്ടപാടെ നമ്മൾ ചാടി ഇറങ്ങും. ഞാനിന്ന് ലേറ്റ് ആയിട്ട് വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത്, എന്റെ ഫാദറാണ് ഷോപ്പിലുള്ളത്, ഫാദറിനെ ഷോപ്പിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു ഘട്ടത്തിലാണ് മൂർത്തി സാറ് പെട്ടെന്ന് പറയുന്നത് ഇന്ന് 8:45 പ്ലാറ്റ്ഫോം എടുക്കാൻ പറ്റുമോ. എന്റെ മുന്നിൽ തടസ്സങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളും. എന്നെ മുന്നേ ഇൻഫോം ചെയ്യാത്ത അല്ലാതുണ്ടെങ്കിൽ സാറിനോട് എന്തും പറയായിരുന്നു. പക്ഷെ ഈ മീറ്റിംഗ് ഏറ്റെടുക്കാനുള്ള കമ്മിറ്റ്മെന്റ് ഞാൻ കാണിച്ചു. അതെനിക്ക് കിട്ടിയത് എന്റെ ലീഡർമാരിൽ നിന്നാണ്. എന്റെ അപ്ലൈൻ ലീഡർ വിനോദ് സാർ, അദ്ദേഹം എന്തൊക്കെ മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ കമ്മിറ്റ്മെന്റ്, പ്രയോറിറ്റി ആർ സി എമ്മിന് കൊടുക്കുന്ന വ്യക്തിയാണ്. നമ്മളിവിടെ കണ്ടുപഠിക്കുന്ന ലീഡേഴ്സിനെയാണ്. അപ്പൊ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. പലരും ചിന്തിക്കും, ഞാൻ ആർ സി എമ്മിൽ വന്നിട്ട് ഇത്ര കാലമായി, അല്ലെങ്കിൽ എനിക്ക് പാസ്സായിട്ടൊന്നും ആവാൻ സാധിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. നിങ്ങൾ നാട്ടിലെ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലേ? ഒരു പാർട്ടിയിൽ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ ഒരു വാർഡിനകത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ടാവാം. പക്ഷെ ആ വാർഡിനകത്ത് ഒരു വാർഡ് മെമ്പറേ ഉണ്ടാവുള്ളൂ. ആ പഞ്ചായത്തിനകത്ത് ധാരാളം രാഷ്ട്രീയക്കാര് പ്രവർത്തിക്കുന്നുണ്ട്, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ പഞ്ചായത്ത് മെമ്പർ ഒന്നേ ഉണ്ടാവുള്ളൂ. എന്നിട്ടും ഒരു പാർട്ടിയുടെ മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ അരിയില്ലെങ്കിൽ പോലും ആ പാർട്ടി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന നമ്മൾ പറയും രാഷ്ട്രീയ ഭ്രാന്ത് എന്ന് പറയാറുണ്ട്. ആ മീറ്റിങ്ങിന് പോയി അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ കമ്മിറ്റ്മെന്റ് എത്ര സ്ട്രോങ് ആണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഒരു വാർഡ് മെമ്പർ പോലും ആവും എന്നുള്ള സാധ്യത, വിദൂര സാധ്യത ഉണ്ടെങ്കിൽ പോലും അവര് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നു. കമ്മിറ്റ്മെന്റ് നമ്മളുടെ നാനാതുറയിലുള്ള വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ നിങ്ങൾ നോക്കിയാൽ പല മേഖലകളിലും കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ആ രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ആർ സി എം മീറ്റിങ്ങിനോട് കാണിക്കണം. ആർ സി എമ്മില് നിലവിൽ ഒരു സ്റ്റാർ ഡയമണ്ടേ ഉള്ളൂ. പക്ഷെ ഈ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും സ്റ്റാർ ഡയമണ്ട് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി അറ്റ് എ ടൈം ആർ സി എം നമ്മളെ മുന്നിലേക്ക് തരുന്നു. ഒരു പൊളിറ്റീഷ്യൻ, നേരത്തെ പറഞ്ഞ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല, ഒരു പ്രൈം മിനിസ്റ്ററെ ഉണ്ടാവുള്ളൂ അറ്റ് എ ടൈം. കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുള്ളൂ അറ്റ് എ ടൈം. പക്ഷെ ആ ലക്ഷ്യത്തിന്റെ പിറകിൽ എത്ര ആളുകൾ കവറിട്ട കുപ്പായവും തേച്ച് മിനുക്കി നമ്മളുടെയൊക്കെ മുന്നില് കവലകളില് പൊതുമധ്യത്തിൽ പ്രസംഗിക്കുന്നു, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. കമ്മിറ്റ്മെന്റ്, അതിന്റെ 100-1 കമ്മിറ്റ്മെന്റ് നമ്മളുടെ സ്വന്തം ഫാമിലിയെ രക്ഷപ്പെടുത്താൻ, അടുത്ത തലമുറകളെ രക്ഷപ്പെടുത്താൻ, മരണത്തിന് മുൻപ് ഒരു സക്സസ് വിജയിച്ച് പല ആളുകളുടെ മുന്നിലും കാണിച്ചു കൊടുത്ത് മരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ കിട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിനോടൊരു വിമുഖത കാണിക്കാൻ പാടില്ല. പ്രയോറിറ്റി, ഞാൻ പറഞ്ഞു, എന്റെ ലീഡറെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടെങ്കിലും അദ്ദേഹം ആർ സി എമ്മിന് പ്രയോറിറ്റി കൊടുക്കുന്ന ആളാണ്. നിങ്ങളൊക്കെ ലീഡേഴ്സ് അങ്ങനെയായിരിക്കും. പ്രയോറിറ്റൈസ് ചെയ്യാൻ കഴിയണം ആർ സി എം. അങ്ങനെയാണെങ്കിൽ ആ മീറ്റിംഗ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ.
നിങ്ങൾക്ക് രാവിലെ ഓഫീസിൽ പോകണം, അത് നിങ്ങളെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ് ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഒരു ദിവസം നിങ്ങളുടെ കുട്ടിയുടെ എക്സാം ആണ്, ആനുവൽ എക്സാം ആണ്, വണ്ടി എന്തോ കാരണം കൊണ്ട് വന്നിട്ടില്ല, 9:30 ഓഫീസ് ടൈം, 9 മണിയാവുന്ന സമയത്താണ് വണ്ടി ഇല്ലെന്ന് അറിയുന്നത്, അരമണിക്കൂർ റണ്ണിങ് ഉണ്ട് ഓഫീസിലേക്ക്. അപ്പൊ 9 മണിക്ക് ഇറങ്ങിയാലും 9:30 എത്തുള്ളൂ, പഞ്ചിങ് ഉണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി, വൈഫ് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ എന്ത് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങും. കാരണം പ്രയോറിറ്റി ഓഫീസിൽ എത്തുക എന്നുള്ളതിനാണ്. ഞാൻ പറഞ്ഞൊരു ദിവസം കുട്ടിയുടെ എക്സാമിന്റെ അന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, സ്ഥിരമായിട്ട് വരുന്ന വണ്ടി വന്നില്ല. സ്വാഭാവികമായിട്ടും എക്സാമിന് എത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഓഫീസ് ടൈം ലേറ്റ് ആണെങ്കിലും നിങ്ങൾ ഫസ്റ്റത്തെ പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത് ആ കുട്ടിയെ എക്സാം സെന്ററിൽ എത്തിക്കാനാണ്. കാരണം അവിടെ പ്രയോറിറ്റി മാറി. ഫസ്റ്റ് പ്രയോറിറ്റി ഓഫീസിനായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രത്യേക സിറ്റുവേഷനിൽ പ്രയോറിറ്റി സ്വന്തം കുട്ടിയെ എക്സാം സെന്ററിൽ എത്തിക്കുക എന്നുള്ളതിലാണ്. പ്രയോറിറ്റി മാറുന്നതിനനുസരിച്ച് നമ്മളെ ആക്ഷനും മാറും. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുടുംബത്തിലെ കല്യാണം, മരണം, മറ്റ് പേഴ്സണൽ കാര്യങ്ങൾ, നമ്മളുടെ എന്റർടൈൻമെന്റ്, ഇതിനൊക്കെ ശേഷമാണ് എന്തിന് പ്രയോറിറ്റി ഉള്ളൂ? RCMന് പ്രയോറിറ്റി ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും മീറ്റിങ്ങിന് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല, ഒരുപാട് എക്സ്ക്യൂസുകൾ നമ്മളെ മുന്നിൽ വരും. അപ്പൊ അങ്ങനെ ആവരുത്. നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും എന്തായിരിക്കണം? RCM ആയിരിക്കണം. നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. ഗൾഫിലുള്ള ഒരാള് നാട്ടില് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കല്യാണത്തിന് വന്നിട്ടില്ലെങ്കിലും ആരും ഒന്നും പറയില്ല. കാരണം അവിടെ പ്രയോറിറ്റി ഗൾഫിൽ നിൽക്കുന്ന ജോലിക്കാണ്, ആ വിസയ്ക്കാണ്, അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ. അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടാൻ കഴിയില്ല. ഒരു സാധാ ജോലിക്കാരൻ ലീവാക്കി കല്യാണത്തിന് വന്നിട്ടില്ലെങ്കിൽ ഫയർ ചെയ്യുന്ന ഫാമിലി ഒരു പോലീസുകാരനോട് ഒരു പക്ഷെ അങ്ങനെ പറയില്ല, കാരണം ഡ്യൂട്ടിക്കാണ് പ്രയോറിറ്റി. അപ്പം RCMനെ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് എന്ന് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കുന്നോ അന്നാണ് നിങ്ങളുടെ RCMലെ യഥാർത്ഥ സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺ 100% പ്രോഡക്റ്റ് യൂസ്, അതിലൊരു കമ്മിറ്റ്മെന്റ് വേണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡിസ്പ്ലേ വാള് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് 100% പുലർത്താൻ വേണ്ടി സാധിക്കും. ഹോം ഷോപ്പ്, നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ഉൽപ്പന്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കൺസിസ്റ്റന്റ് പർച്ചേസർ ആവും, നിങ്ങളൊരു കൺസിസ്റ്റന്റ് നെറ്റ്വർക്കർ ആവും, നിങ്ങൾ സിസ്റ്റം ചെയ്യുന്ന ആളായിട്ട് മാറും. 100% പ്രോഡക്റ്റ് യൂസ് അത് ചെയ്തെങ്കിൽ മാത്രമേ സിമ്പിൾ ആയിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുള്ളൂ. 2, കമ്മിറ്റ്മെന്റ് ഓൺ ടീം. നമ്മളുടെ ടീമിനോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണം. എന്താ നമ്മുടെ ടീമിനോട് നമുക്ക് കമ്മിറ്റ്മെന്റ് വേണം എന്ന് പറയാൻ കാരണം? കമ്മിറ്റ്മെന്റ് ഓൺ ടീം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ടീം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിൽ നിന്നാണ്. നിങ്ങളുടെ ടീം എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളെ താഴെയുള്ള ഒരു ബിഗിനർ അച്ചീവറേയും ഒരു സ്റ്റാർട്ടർ അച്ചീവറേയോ സ്റ്റാർ അച്ചീവറേയോ അല്ല നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്. ടീം സ്റ്റാർട്ട്സ് വിത്ത് യു. നമ്മൾ നല്ലതാണെങ്കിൽ മാത്രമേ നമ്മളുടെ ടീം നന്നാവുള്ളൂ. നമ്മുടെ ടീമിന് കമ്മിറ്റ്മെന്റ് ഉണ്ടാവണമെങ്കിൽ സെൽഫ് കമ്മിറ്റ്മെന്റ് നമുക്ക് വേണം. ആ കമ്മിറ്റ്മെന്റ് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സ്വയം പറ്റണം. നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഡിസ്പ്ലേ വാൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ടീമിന് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. ഒറിജിനൽ നന്നായെങ്കിൽ മാത്രമേ സെറോക്സ് കോപ്പി എന്താവുള്ളൂ? നന്നാകൂ എന്നുള്ള നോളജ് നമുക്ക് വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധാരാളം അറിവ് RCMൽ വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. ഈ അറിവ് ടീമിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മൾ, ടീമിനെ നന്നാക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മളുടെ കമ്മിറ്റ്മെന്റ്, ടീമിനോടുള്ള കമ്മിറ്റ്മെന്റ് നമ്മൾ അങ്ങനെയാ കാണിക്കുന്നത്. ടീമിലുള്ള ആളുകളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ, അവർ ചെയ്യാത്തത് എന്താണ്, അവരെ കുറ്റം എന്താണ്, തെറ്റെന്താണ്, ഇതിലേക്കൊക്കെ നമ്മളെ ശ്രദ്ധ പോവും. നമ്മളുടെ അറിവ് അവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള, നമുക്ക് അറിയുന്ന ലിമിറ്റഡ് അറിവായിരിക്കാം, കുറച്ച് കേട്ടിട്ട് കൂടുതൽ പറയാനുള്ള ശ്രമമാണ് പല ആളുകളും നടത്തുക. നമ്മൾ മനസ്സിലാക്കുക, അറിവ് കിട്ടുന്ന ഒരു വ്യക്തി ടീമിനെ പഠിപ്പിക്കാൻ തയ്യാറാവും. ആ അറിവിന് പകരം എന്നാണോ നിങ്ങളിൽ ജ്ഞാനം ഉണ്ടാവുന്നത് അന്ന് നിങ്ങൾ സ്വയം നന്നാവുമെന്നാണ്. അറിവും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. നോളജും വിസ്ഡവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഉണ്ടാവേണ്ടത് വിസ്ഡമാണ്. ടീം ആരംഭിക്കുന്നത് നമ്മളിൽ നിന്നാണ്. ഈ ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടാവണം എന്നുള്ള ഒരു തോന്നല് അല്ലെങ്കിൽ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. കമ്മിറ്റ്മെന്റ്. കോൺഫിഡൻസ്. കോൺഫിഡൻസ് വേണം. എന്തൊക്കെ കോൺഫിഡൻസ് വേണം? സെൽഫ് കോൺഫിഡൻസ് വേണം, പ്രൊഡക്റ്റിൽ കോൺഫിഡൻസ് വേണം, കമ്പനിയിൽ കോൺഫിഡൻസ് വേണം, ലീഡറിൽ കോൺഫിഡൻസ് വേണം, സിസ്റ്റത്തിൽ കോൺഫിഡൻസ് വേണം. കോൺഫിഡന്റ് ആവാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? RCM ബിസിനസ്സിൽ കോൺഫിഡന്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം, RCM ബിസിനസ് ചെയ്യണം സീരിയസ് ആയിട്ട്.
ചെയ്യുമ്പോഴേ കോൺഫിഡൻസ് വരുള്ളൂ. ആക്ഷൻ ആണ് കോൺഫിഡൻസിന്റെ ഏറ്റവും വലിയ മരുന്ന്. നിങ്ങൾക്ക് സ്റ്റേജിൽ കയറി മൈക്ക് പിടിച്ച് സംസാരിക്കുന്നതിൽ നിങ്ങൾ കോൺഫിഡന്റ് അല്ലെങ്കിൽ ആ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എപ്പോഴെങ്കിലും സ്റ്റേജിൽ കയറുക, മൈക്ക് പിടിക്കുക, സംസാരിക്കുക. ആ ആക്ഷൻ നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടാവും. ഒരു പക്ഷേ തെറ്റിപ്പോകാം, പരാജയപ്പെടാം, അല്ലെങ്കിൽ സ്വയം നന്നായില്ലെന്നുള്ള ബോധം നിങ്ങളിൽ ഉണ്ടാവാം. ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓൾവേസ് ഡിഫിക്കൽട്ട്. നിങ്ങൾക്ക് 100 കിലോമീറ്റർ നടന്നു പോകണമെങ്കിലും 10 കിലോമീറ്റർ നടന്നു പോകണമെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് പറ്റാതെ വീഴാതെ ആരും നടത്തം പഠിക്കില്ല. ഒരിറക്കെങ്കിലും വെള്ളം കുടിക്കാതെ നീന്തൽ പഠിച്ചിട്ടുള്ള ആരുമില്ല. നീന്തൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു മാർഗമുള്ളൂ. കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് വേണം. സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാവുന്നു? നമ്മൾ ചെയ്യുന്ന സമയത്ത് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുന്നു. ഒരാളിന് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് പറ്റും ഈ രീതിയിൽ. അപ്പൊ നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ആവണമെങ്കിൽ ആക്ഷൻ ആണ് സെൽഫ് കോൺഫിഡൻസിന്റെ ഏറ്റവും വലിയ മരുന്ന്, മെഡിസിൻ എന്ന് പറയുന്നത്. കോൺഫിഡൻസ് ഇൻ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട, പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മതി. 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് RCM പ്രോഡക്റ്റിൽ കോൺഫിഡന്റ് ആയിരിക്കും. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കോൺഫിഡൻസ് ഇൻ കമ്പനി. കമ്പനിയിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. കമ്പനി നമുക്ക് വിസിറ്റ് ചെയ്യാം. ഇപ്പൊ ധാരാളം ആളുകൾ കമ്പനി പോയിട്ടുണ്ട്. വിസിറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് കമ്പനിയെ കുറിച്ചുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, കമ്പനിയുടെ ക്രെഡിബിലിറ്റി എന്താണ്, എത്ര വർഷമായിട്ട് ഈ മാർക്കറ്റിലുള്ള കമ്പനി ആണ്, കമ്പനിയുടെ അസറ്റുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റേബിൾ ആയിട്ട് സ്റ്റഡി ആയിട്ട് കമ്പനിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ RCM ചൂസ് ചെയ്തത്. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നമ്പർ 1 കമ്പനി, നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ എന്ന് നിസ്സംശയം പറയാം. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നമ്മൾ കമ്പനിയിൽ ഉണ്ടാക്കിയെടുക്കണം. 2, കോൺഫിഡൻസ് ഇൻ ലീഡർ. ലീഡറിൽ നമ്മളൊരു കോൺഫിഡൻസ് കൊടുത്തേ പറ്റുള്ളൂ. കാരണം നമ്മളുടെ വിജയത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഇൻഡസ്ട്രിയിൽ മെന്റർ എന്ന് പറയുന്നത്. മെന്റർ അല്ലെങ്കിൽ ലീഡർ. ആ ലീഡറെ ഫോളോ ചെയ്യുന്ന ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, അപ്ലൈനെ മൂർത്തി സാറ് ഡിഫൈൻ ചെയ്യാറുണ്ട്, ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ് അപ്ലൈൻ. നിങ്ങളെ RCMലേക്ക് കൊണ്ടുവന്ന വ്യക്തി ആയിരിക്കണമെന്നില്ല ഒരിക്കലും നിങ്ങളുടെ ലീഡർ അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റർ. ഭൂരിപക്ഷം ആളുകൾക്കും അവരാവാം. പക്ഷേ നിങ്ങളുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ് ആയിട്ടുള്ള ഒരു അപ്ലൈനെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ ലീഡർ പറയുന്നതിനെ നിങ്ങൾ ഫോളോ ചെയ്യണം. ആ ലീഡർ പറയുന്നതിനെ നിങ്ങൾ വിശ്വസിക്കണം. പലപ്പോഴും ലീഡേഴ്സ് പല കാര്യങ്ങളും പറയുന്ന സമയത്ത് നമ്മളൊരു സംശയം, ഒരു ചെറിയ സംശയമെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹം പറയുന്ന ആ പ്രവൃത്തി, ആ ആക്ഷനിൽ നിങ്ങളൊരു മൈന്യൂട്ട് സംശയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ആക്ഷൻ പൂർണ്ണമായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത് നിങ്ങളെ റിസൾട്ടിനെ ബാധിക്കും. അപ്പം കോൺഫിഡൻസ് ഇൻ ലീഡർ. നെക്സ്റ്റ്, കോൺഫിഡൻസ് ഇൻ സിസ്റ്റം. സിസ്റ്റത്തിൽ കോൺഫിഡൻസ് വേണം. സിസ്റ്റത്തിൽ കോൺഫിഡൻസ് വേണമെങ്കിൽ അതിനാണ് നമ്മുടെ ഹേമന്ത് സാറൊക്കെ പറയുന്ന പോലെ, ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ടേബിളൊക്കെ കാണിച്ച നമ്മുടെ അനീഷ് സാറൊക്കെ പറയുന്ന പോലെ ഒരു സിസ്റ്റം പ്രൊമോഷൻ പ്ലാൻ നമുക്ക് വേണം. ആ സിസ്റ്റം പ്രൊമോഷൻ പ്ലാൻ ഉണ്ടെങ്കിലേ നമുക്ക് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ആ സിസ്റ്റം നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. പ്രൂവ് ചെയ്ത് കാണിക്കുന്ന സമയത്ത്, ആ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുന്ന സമയത്ത്, സ്വയം നമ്മൾ ആ സിസ്റ്റം ചെയ്ത് കാണിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ടാവും. അതാണ് ആളുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കറേജ്. കറേജ് കംസ് ഫ്രം എക്സ്പീരിയൻസ്. ധൈര്യം. ധൈര്യം എന്തിനാ വരിക? തീർച്ചയായിട്ടും ധൈര്യം എക്സ്പീരിയൻസിനകത്ത് മാത്രമേ വരുള്ളൂ. ഓൺലി ത്രൂ എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞു 8:45 അന്നത്തെ ഒരു മീറ്റിംഗ് എന്നോട് ചെയ്യാൻ മൂർത്തി സാറ് പറഞ്ഞു. ഒരു പക്ഷേ എനിക്കോ മറ്റാർക്കും പറ്റിയിട്ടില്ലെങ്കിലും യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ ഇന്നത്തെ സെഷൻ അദ്ദേഹം ചെയ്യും. യാതൊരു സംശയവുമില്ല. കാരണം എന്താണ്? എക്സ്പീരിയൻസ്. നിങ്ങൾ ഏതൊരു വേദിയിൽ ഏതൊരു സെക്കൻഡിലും എന്തൊരു സെഷൻ RCMന്റെ ചെയ്യാൻ പറഞ്ഞാലും, ഏത് പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാലും തീർച്ചയായിട്ടും അദ്ദേഹം അത് ചെയ്തിരിക്കും. എക്സ്പീരിയൻസ്. RCMലെ പല ലീഡേഴ്സും അങ്ങനെ തന്നെയാണ്. ഈ എക്സ്പീരിയൻസിനകത്തുനിന്നാണ് നമുക്ക് കറേജ് ഉണ്ടാവുന്നത്, ധൈര്യം. അപ്പൊ തീർച്ചയായിട്ടും ആക്ഷൻ ഉണ്ടാവണം. ആക്ഷൻ ഉണ്ടെങ്കിലേ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ആ ആക്ഷനും കോൺഫിഡൻസും വരുന്ന സമയത്താണ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഒരുപാട് ആക്ഷൻ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അത് നമ്മളുടെ ശീലമായിട്ട് മാറും. ആ ശീലമാണ് നമ്മളുടെ എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്ന അനുഭവം. അപ്പൊ കറേജ് ആവശ്യമാണ്. നെക്സ്റ്റ്, സക്സസ്. എന്താണ് സക്സസ്?
സക്സസ് ഈസ് ഡിഫറെന്റ് ഫോർ എവരി എവരി സിംഗിൾ വൺ. അതായത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം സക്സസ് വ്യത്യാസമാണ്, ഡിഫറെന്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എവരി പീപ്പിൾസ് നീഡ്. ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ എന്താണോ നമ്മളുടെ സക്സസ് എന്ന് നിർവചിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നിങ്ങളുടെ സക്സസ് സ്റ്റാർ ഡയമണ്ട് ആണെങ്കിൽ സ്റ്റാർ ഡയമണ്ടിൽ എത്തുമ്പോഴാണ് നിങ്ങളുടെ സക്സസ്. നിങ്ങളുടെ സക്സസ് ഒരു കോടീശ്വരനാവാൻ, ഒരു മൾട്ടി മില്യണയർ ആവണം എന്നാണെങ്കിൽ അതാണ് നിങ്ങളുടെ സക്സസ്. ഒരു പക്ഷെ RCMൽ നിന്ന് കിട്ടുന്ന വെൽത്ത് കൊണ്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പണം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് പെർഫോം ചെയ്താലേ അവർ സക്സസിലേക്ക് എത്തുള്ളൂ. ഞങ്ങളുടെ ലീഡർ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, ഒരു വിശക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണമാണ്. അങ്ങനെ ഓരോരുത്തരുടെയും സക്സസ് ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ സക്സസ് എന്താണ് എന്ന് ആദ്യം നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. അതിനാണ് ഡ്രീം ആവശ്യമാണെന്ന് പറഞ്ഞത്. ഡ്രീം, ആ ഡ്രീം അച്ചീവ് ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് സക്സസ് വന്നു എന്നുള്ള ഫീലിംഗ് ഉണ്ടാവുക. അതാണ് നമ്മളുടെ സക്സസ് മൊമെന്റ്. ഞാൻ എൻ്റെ വീട് ഉണ്ടാക്കിയത് എൻ്റെ ഒരു സക്സസ് മൊമെന്റ് ആയിരുന്നു, വൺ ഓഫ് ദ സക്സസ് മൊമെന്റ് ആയിരുന്നു. അപ്പം ഒരു സിസ്റ്റം നിങ്ങൾക്ക് വേണം. ആ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യാൻ ഒരു പ്ലാന് നിങ്ങൾക്ക് ആവശ്യമാണ്. ആ പ്ലാന് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് സ്വന്തമായിട്ട് ആസ് ആൻ ഇൻഡിവിജ്വൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളിലേക്ക് സക്സസ് ഉണ്ടാവുന്നത്. ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ യു നീഡ് ടു സക്സസ് ഇൻ RCM ഈസ് സംതിങ് യു ഓൾറെഡി ഹാവ്. RCM വന്നിട്ട് ഒരുപാട് കാലമായി, ഞാനൊന്നും ആവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ശേഷം വന്ന ആളുകളൊക്കെ RCMൽ പല അച്ചീവ്മെന്റുകളും സ്വന്തമാക്കി. അങ്ങനെ പലപ്പോഴും വിഷമിക്കുന്ന ആളുകൾ ഉണ്ടാവാം, സങ്കടപ്പെടുന്ന ആളുകൾ ഉണ്ടാവാം. നിങ്ങളുടെ ഒരു 10 കഴിവുകളെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ വളരെ ഡൗട്ട്ഫുൾ ആവുന്ന നിങ്ങളുടെ 4 കഴിവുകേടുകളെ കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ എഴുതാൻ പറഞ്ഞാൽ പല മീറ്റിങ്ങിലും ആളുകൾ പെട്ടെന്ന് എഴുതാറുണ്ട്. കാരണം സെൽഫ് കോൺഫിഡൻസ് ഇല്ല. ഞാൻ പറയുന്നു, RCM ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ നിലവിലുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് യു ആർ സ്റ്റിൽ അലൈവ്. ഇപ്പോഴും ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും കഴിയുന്നുണ്ട്. ഹൃദയം ഇവിടെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സംസാരശേഷിയുണ്ട്, ചലനശേഷിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജീവനോടെ ഉണ്ട്. വേറെ ഒന്നും ആവശ്യമില്ല, വേറെ ഒന്നും ആവശ്യമില്ല. ഈ ഒരൊറ്റ കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും RCMൽ സക്സസ് ആവാൻ ഇത് മാത്രം മതി. ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്കില്ലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആസ് ലോങ് ആസ് യു അലൈവ് യു സ്റ്റിൽ ഹാവ് എ ചാൻസ് ടു വിൻ. നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ, തീർച്ചയായിട്ടും ഇപ്പോഴും സ്റ്റിൽ യു ഹാവ് എ ചാൻസ് ടു വിൻ. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സാധ്യതയുണ്ട്. ഒരു ചെറിയ കഥയോട് പറഞ്ഞിട്ട് ഞാൻ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്, കംപ്ലീറ്റ് ബയോഗ്രഫി ഓഫ് എബ്രഹാം ലിങ്കൺ. ഞാൻ വായിച്ചിട്ടുള്ള ബുക്കാണ്, നിങ്ങൾക്ക് വായിക്കേണ്ട ബുക്കാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിയാണ് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ 16-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ വിയോഗം അദ്ദേഹത്തിന് ഉണ്ടാവുന്നു. ഒരു അമേരിക്കയിലെ ഒരു സാധാ കുടുംബത്തിൽ ജനിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു വിറക് ശേഖരിച്ച് അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തി. അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ സിസ്റ്റർ, അവരുടെ മരണം അദ്ദേഹം കാണേണ്ടി വരുന്നു. വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തോട് സ്കൂൾ ജീവിതത്തിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ ചോദിക്കുന്നു എന്താവാനാണ് ആഗ്രഹം. പലരും പല കാര്യങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, എനിക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ആവണം. ഒരു സാധാരണ വിറക് വെട്ടുകാരന്റെ മകൻ, വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും തമ്മിൽ വലിയ എന്താ പറയാ കളറിന്റെയും ക്രീഡിന്റെയും പുറത്ത് വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത് മെലിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അമേരിക്കയുടെ പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ അധ്യാപകൻ, ടീച്ചർ പോലും അദ്ദേഹത്തെ കളിയാക്കാനുണ്ടായത്.
ഒരിക്കലും നിനക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട എന്ന് പറഞ്ഞ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ധൈര്യം കൊടുത്ത അദ്ദേഹത്തിന്റെ കാമുകിയാണ്, അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടായിട്ട് നിന്നത് അവരായിരുന്നു. അദ്ദേഹത്തിന്റെ 26-ാമത്തെ വയസ്സിൽ കാമുകി ഒരു അസുഖത്തെ തുടർന്ന് കാമുകി മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്ന ഒരു പ്രത്യേകതരം അസുഖത്തിന് അദ്ദേഹം എന്താ പറയാ കീഴ്പ്പെടുകയാണ്. അപ്പോഴും അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അദ്ദേഹം അമേരിക്കയുടെ സെനറ്റിലേക്ക് ആദ്യമായിട്ട് നിയമനിർമ്മാണ സഭയിലേക്ക് മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. സെനറ്റിലേക്ക് മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. വീണ്ടും നിയമനിർമ്മാണ സഭയിലേക്ക് മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. അവിടുത്തെ ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലിലേക്ക് മത്സരിക്കുന്നു, അദ്ദേഹം പരാജയപ്പെടുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. ഇതിനിടയിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പരിഹാസങ്ങളും പുച്ഛങ്ങളും അദ്ദേഹം നിരന്തരമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വർഷം മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 50 വയസ്സ് വരെ അദ്ദേഹം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അദ്ദേഹം പരാജയപ്പെട്ട് നിൽക്കുകയാണ്. അദ്ദേഹം 51-ാമത്തെ വയസ്സിൽ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. ഒരുപാട് തവണ പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയിട്ടുള്ള ഈ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ 52-ാമത്തെ വയസ്സിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും മത്സരിച്ച് വിജയിച്ച് അമേരിക്ക കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റ് ആയിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ജീവിതത്തിൽ 50 വർഷങ്ങൾ തുടർച്ചയായിട്ടുള്ള കഷ്ടപ്പാടുകളും വിഷമങ്ങളും പരാജയങ്ങളും മാത്രം നേരിട്ടിട്ടുള്ള അങ്ങ് 52-ാമത്തെ വയസ്സിൽ 50 വർഷം തുടർച്ചയായിട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും അദ്ദേഹം നിങ്ങൾ പിന്മാറാതെ എങ്ങനെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ഇത്രയും വലിയൊരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിയെന്ന് ചോദിച്ച സമയത്ത് എബ്രഹാം ലിങ്കൺ പറഞ്ഞൊരു വാക്കുണ്ട്. അതിങ്ങനെയാണ്, മേ ഐ ആം എ സ്ലോ വാക്കർ ബട്ട് ഐ നെവർ വാക്ക് ബാക്ക്വേർഡ്സ്. അതായത് ഒരു പക്ഷേ ഞാനൊരു മെല്ലെപ്പോക്കുകാരനായിരിക്കാം, എൻ്റെ യാത്ര പതുക്കെ ആയിരിക്കാം, പക്ഷെ എൻ്റെ ലക്ഷ്യം എപ്പോഴും മുന്നോട്ടാണ്. ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല, ഹിറ്റ് ചെയ്യില്ല. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഓടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓടുക, നിങ്ങൾക്ക് നടക്കാനേ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നടക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് എഴയാൻ മാത്രമാണ് സാധിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴയുക. അപ്പോഴും ലക്ഷ്യം മുന്നോട്ട് മാത്രമായിരിക്കണം എന്ന് മാത്രം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. JRC.